ഹായ്, നമ്മുടെ വെബ്സൈറ്റ് ഡിസൈൻ കോഴ്സിൽ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ഉണ്ടോ ഇത്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ ഈ കാണുന്നില്ല, ഇതുപോലത്തെ ഒരു വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഞാൻ അതൊന്ന് റിഫ്രഷ് ചെയ്യട്ടെ. ഓക്കെ, നമ്മുടെ പേജ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ വെബ്സൈറ്റ്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതാ ഇതുപോലുള്ള നമ്പേഴ്സ് കാര്യങ്ങളുണ്ട്, കോഫി വേരിയൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ടോപ്പ് ക്വാളിറ്റി കോഫിയുടെ പ്രൊഡക്ട്സ് ഉണ്ട്, കോഫി എന്തൊക്കെ കോഫി വിൽക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഉണ്ട്, അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ റിവ്യൂസ് എല്ലാം ഉണ്ട്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അബൌട്ട് അസ് എന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതേപോലെ ഇവിടെ കോൺടാക്ട് അസ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നേരെ ഇവിടെ കോൺടാക്ട് അസിലേക്ക് വരും. ഇവിടെ നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യാം. മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സബ്ജക്റ്റൊക്കെ വെച്ചിട്ട് ഇവിടെ സബ്മിറ്റ് ഫോം എന്നുള്ള സബ്മിറ്റ് ചെയ്യാം. അതിന് മുകളിൽ തന്നെ ഇവിടെ നമുക്ക് ടെസ്റ്റ് മോഡൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ക്ലയൻസിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുത്താനുള്ള ഒരു സംഭവമുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ ടെസ്റ്റ് മോഡൽസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുട്ടറുണ്ട്. ഫുട്ടറിൽ ഇവിടെ കോഫി എന്നുള്ള നമ്മുടെ ലോഗോ ഉണ്ട്. അങ്ങനെ നമുക്കവിടെ കുറച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അവിടെ താഴെ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ലിങ്ക്സ് ഉണ്ട്, പ്രൊഡക്ട്സ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി വേറൊരു കാര്യം കൂടി, നമുക്കിവിടെ ഒരു സിംഗിൾ പേജ് വെബ്സൈറ്റാണ്, പക്ഷേ ഇതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്കവിടെ പ്രൊഡക്ട്സിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ മെനുവിൽ ഇവിടെ പ്രൊഡക്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ പ്രൊഡക്ട്സിലേക്ക് എത്തിക്കും. ഓക്കെ, ഈ ഒരു സെക്ഷനിലേക്ക് എത്തിക്കും. അതേപോലെ തന്നെ നമ്മളിവിടെ അബൌട്ടസിലേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബൌട്ടസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അബൌട്ടസിലേക്ക് പോകും. അതേപോലെ തന്നെ നമുക്കിവിടെ ടെസ്റ്റ് മോണിയലിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ ടെസ്റ്റ് മോണിയൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ടെസ്റ്റ് മോണിയൽസിലെത്തും. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമ്മളിന്ന് ഈ വീഡിയോയിൽ പഠിക്കും കേട്ടോ. അതിൻ്റെ അതേപോലെ തന്നെ കോൺടാക്ട്സ്. പിന്നെ ഇവിടെ എന്താ പറയുക, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സോഷ്യൽ ഐക്കോൺസ് ഒക്കെ ഉണ്ട്. അവിടെ നമ്മളുടെ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾ സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാട്സാപ്പിൻ്റെ ഒരു ബട്ടൺ കാണും കേട്ടോ. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ വാട്സാപ്പിലേക്ക് പോകും. നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുക്കാം. ആൻഡ് നിങ്ങൾക്ക് ഇതെങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്നും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരും. ഓക്കെ, ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഉള്ളതിൽ വെച്ച് ഏറ്റവും ബേസിക്കാണ്. അതായത് നമ്മൾ ഈ ഒരു എന്താ പറയുക വീഡിയോയിലൂടെ, അതായത് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴ്സാണ്. അതായത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഡിസൈനിങ്ങിനെ പറ്റിയിട്ട് എല്ലാം പഠിക്കാനുള്ള ഒരു കോഴ്സാണ്. ഓക്കെ, അതിലാണ് നമ്മൾ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്നതോടും നമ്മൾ ഓരോ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മളത് പഠിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങളും അതിൻ്റെ കൂടെ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിതിപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് ഈ ഒരു ബേസിക് വെബ്സൈറ്റ്, സിംഗിൾ പേജ് വെബ്സൈറ്റ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് തീരെ അറിയാത്തവർക്ക് ഇത് ചെയ്ത് പഠിക്കാവുന്നതാണ്. നമ്മളിതെല്ലാം എങ്ങനെ ചെയ്യേണ്ടതെന്നെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളിത് പറയുന്നതായിരിക്കും ഈ വീഡിയോയിൽ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേറെ വല്ല ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ പേട്രിയോൺ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അധികം എന്താ പറയുക നമ്മളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാം. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു സെയിം ടെംപ്ലേറ്റ് ഉണ്ട്, ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഇതേ ടെംപ്ലേറ്റ് ഇത് നമ്മൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ആൻഡ് അത് നിങ്ങൾ പേട്രിയോണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ പേട്രിയോണിൽ നിങ്ങൾക്ക് എന്താ പറയുക എൻ്റെ അടുത്ത് വീഡിയോ കോൾ ചെയ്യണോ അല്ലെങ്കിൽ സംസാരിക്കണോ ചാറ്റ് ചെയ്യണോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ചെയ്തു തരും. അതിനുള്ള എല്ലാ ഓപ്ഷൻസും അവിടെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഈ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആ ഒരു ഉണ്ടാക്കുന്ന ഡെവലപ്മെൻറ്റ് പ്രോസസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമുക്കിത് ഇവിടെ ഇതുപോലെ .com ഡൊമെയിൻ വേണം. പിന്നെ .com അല്ലെങ്കിൽ .in എന്താണെങ്കിലും ഡൊമെയിൻ നെയിം വേണം. പിന്നെ ഒരു ഹോസ്റ്റിംഗ് അക്കൗണ്ട് വേണം വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ. ഓക്കെ, ഹോസ്റ്റിംഗ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരു 24 hours റൺ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിലാണ് അത് ഉള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഏതൊരാൾക്കും വെബ്സൈറ്റ് ഒരു 24 മണിക്കൂറിൽ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും അവർക്കത് ആക്സസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതുകൊണ്ട് ആ ഒരു കമ്പ്യൂട്ടർ 24 മണിക്കൂർ റണ്ണിങ്ങിലായിരിക്കണം. അപ്പോൾ ആ ഒരു കമ്പ്യൂട്ടറുടെ കുറച്ച് സ്പേസ് നമ്മൾ റെൻറ്റിന് എടുക്കണം, അതാണ് ഹോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടത് ഒരു ഹോസ്റ്റിംഗ് ആണ്. ഹേയ്, നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളി ഇ-കോമേഴ്സ് വെബ്സൈറ്റ്സ് നോക്കുന്നുണ്ടോ? അത് ഇ-കോമേഴ്സ് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഒരു വെബ്സൈറ്റാണ് നോക്കുന്നതെങ്കിൽ, അതല്ല നിങ്ങൾക്കൊരു കാഫേയുടെ ഒരു വെബ്സൈറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, ഇനി അതുമല്ല നിങ്ങൾക്കൊരു ബിസിനസ് വെബ്സൈറ്റാണ് വേണ്ടതെങ്കിൽ, ഇനിയിപ്പോൾ ഏത് തരം വെബ്സൈറ്റ് ആണെങ്കിലും നമുക്ക് ചെയ്തു തരാൻ പറ്റും. നിങ്ങളാകെ ചെയ്യേണ്ടത് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഫോൺ നമ്പർ ഉണ്ട്, അതിൽ നമുക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാം. ഓക്കെ, നമുക്ക് വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ളതാണ്, ഒരുപാട് വെബ്സൈറ്റ്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ്സ് വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ താഴെ കോൺടാക്ട് ചെയ്താൽ മതി. ഹോസ്റ്റിങ്ങിനായിട്ട് നമ്മളിവിടെ ഹോസ്റ്റിഞ്ചർ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ഹോസ്റ്റിങ്ങിനായിട്ട്. ആൻഡ് നിങ്ങൾക്ക് ഇതിനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇവിടെ വന്നിട്ട് നമുക്കിവിടെ പ്ലാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സിംഗിൾ ഉണ്ട്. ഇത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഇതിവിടെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ സ്റ്റോറേജ് വളരെ കമ്മിയാണ്, അതായത് 10 GB സ്റ്റോറേജ് ഉള്ളൂ. അതിന് നിങ്ങൾക്ക് ഡൊമൈൻ നെയിം ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഡൊമൈൻ നെയിം ഇതിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൊമൈൻ നെയിം ഫ്രീ ഡൊമൈൻ ഫോർ 1 ഇയർ എന്ന് കൊണ്ടുണ്ട്. ഈ ഒരു പ്ലാനിൽ അത് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലാൻ എടുക്കുകയാണെങ്കിൽ 89 പ്ലാൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഡൊമൈനിന് ഒരു 1500 രൂപ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് ഇത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്ത ഈ ഒരു പ്ലാന്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് എടുക്കാവുന്ന പ്ലാന് പ്രീമിയം, ബിസിനസ്, പിന്നെ ക്ലൗഡ്. ഞാനൊക്കെ യൂസ് ചെയ്യുന്ന ക്ലൗഡാണ്. പക്ഷേ നിങ്ങളിതിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, വെബ്സൈറ്റ് ഉണ്ടാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ക്ലൗഡ് നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ പ്രീമിയം ഓർ ബിസിനസ് പ്ലാൻ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പ്രീമിയം പ്ലാനിൽ എന്തൊക്കെ കിട്ടുന്നുണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് 25 വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഈ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാനിൽ തന്നെ 25 വെബ്സൈറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ 25 GB സ്റ്റോറേജ് ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ 1 ഇയറിന് ഡൊമൈൻ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ വേറെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ബിസിനസ് പ്ലാൻ ഉണ്ട്. ബിസിനസ് പ്ലാനും ഏകദേശം സിമിലർ ആണ്, പക്ഷേ കുറച്ചും കൂടി 50 വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ 25 വരുള്ളൂ, ഇവിടെ 50 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ 50 GB സ്റ്റോറേജും തരുന്നുണ്ട്. അതും NVMe സ്റ്റോറേജാണ്, കുറച്ചും കൂടി ഫാസ്റ്റാണ്. നമ്മളുടെ ഇപ്പോൾ വെബ്സൈറ്റ് ലോഡിങ് കാര്യങ്ങളൊക്കെ നല്ല ഫാസ്റ്റ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ പഠിക്കാനാണെങ്കിൽ നിങ്ങൾ ഈ പ്രീമിയം എടുത്താൽ മതി. ഓക്കെ, ബിസിനസ്സൊക്കെ നിങ്ങളൊരു ബിസിനസ് നടത്തുകയാണെങ്കിൽ നിങ്ങളൊരു ബിസിനസ് നടത്തുകയാണെങ്കിൽ നിങ്ങൾ ക്ലൗഡ് എടുത്താൽ മതി. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങളിപ്പോൾ ഒഫീഷ്യലായിട്ട് ബിസിനസ് ഒന്നും നടത്തുന്നില്ല, ജസ്റ്റ് ഒരു എന്താ പറയുക പഠിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രീമിയം തന്നെ ധാരാളമാണ് കേട്ടോ. അതേപോലെ ക്ലൗഡിലും നിങ്ങൾക്ക് ഇവിടെ 100 വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ 100 GB NVMe സ്റ്റോറേജ് ഉണ്ട്. ഓക്കെ, നമുക്ക് തൽക്കാലം പ്രീമിയത്തിൽ തന്നെ വെക്കാം. ഓക്കെ, എന്നിട്ട് പ്രീമിയമിൽ നമ്മളിവിടെ പോയിട്ട് ചൂസ് പ്ലാൻ എന്ന് കൊടുക്കുക. അപ്പോൾ ചൂസ് പ്ലാൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് പീരീഡ് ചൂസ് ചെയ്യുക, എത്ര മാസത്തേക്കാണ് നിങ്ങൾക്ക് ഇത് വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക 48 മാസത്തിന് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, 48 മാസത്തിന് ഇവർ ചാർജ് ചെയ്യുന്നത് 5721 രൂപയാണ്. ഓക്കെ, അതായത് 119 രൂപ 20 പൈസ പെർ മന്ത്, അതാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക നമുക്ക് ഡൊമൈൻ ഫ്രീ ആയിട്ടുള്ള ഡൊമൈൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ 1 ഇയർ ഇവിടെ വേറെയും പ്ലാൻസ് ഉണ്ട്. ഇവിടെ 1 മന്തിനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഡൊമൈൻ ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല. ഇപ്പോൾ 1 മന്ത് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, 1 മന്ത് പ്ലാൻ എടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് 12 മന്ത് പ്ലാൻ മുതൽ നിങ്ങൾ എടുക്കാൻ നോക്കുക. അതായത് ഒരു വർഷം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് ഡൊമൈനും ഫ്രീ ആയിട്ട് കിട്ടും. 12 മന്തിൻ്റെ ഒരു വർഷത്തെ പ്ലാൻ നിങ്ങൾക്ക് വെറും 2102 രൂപയ്ക്കാണ് നിങ്ങൾക്കിത് കിട്ടുക. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലാഭം എന്ന് പറയുന്നത് 48 മന്ത്സിൻ്റെയാണ്. അതായത് ഇപ്പോൾ 4 വർഷം കിട്ടും. നിങ്ങൾക്ക് 4 വർഷം 5701 രൂപയുള്ളൂ. ഓക്കെ, നിങ്ങൾക്കത് വളരെ ലാഭമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളത് നോക്കിക്കൊണ്ട് ചെയ്യുക, നിങ്ങൾ ഏത് പ്ലാൻ എടുക്കണമെന്ന് വെച്ചാൽ. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു 4 വർഷത്തിൻ്റെ പ്ലാൻ എടുക്കാനാണ്, കാരണം അത് നിങ്ങൾക്ക് ലാഭം. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഞാൻ റെഫർ ചെയ്തതിൻ്റെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. 1430 രൂപ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങൾ ഡയറക്റ്റ് ഹോസ്റ്റേജിൽ പോയിട്ട്, അതായത് ഇപ്പോൾ ഞാൻ താഴെ കൊടുത്ത ലിങ്ക് അല്ലാതെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഹോസ്റ്റേജിൽ പോകണമെങ്കിൽ, അതായത് താഴെ ഞാൻ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്യാണ്ട് ഡയറക്റ്റ്ലി നിങ്ങൾ ഹോസ്റ്റേജിൽ പോകണമെങ്കിൽ നിങ്ങളിത് സെയിം അവിടെ വന്നിട്ട് ഈ പ്രീമിയം പ്ലാൻ എടുത്ത് പോയിക്കോളൂ. അവിടെ ചൂസ് പ്ലാൻ എന്ന് കൊടുക്കുക. ഇതേ സെയിം 48 മന്ത്സ് തന്നെ സെലക്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇവിടെ 7152 രൂപ നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരും. അതായത് അവിടെ എത്രയെന്ന് 5721 രൂപ, ഇവിടെ 7152. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മറ്റേതാണ് ലാഭം. ഓക്കെ, ഞാൻ തന്ന ലിങ്ക് വഴി കയറിയിട്ട് വാങ്ങിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ലാഭം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ പ്ലാൻ ചൂസ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഈ ഒരു സെക്ഷനിലേക്ക് അയക്കും പറ്റും. അതായത് ഇവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ ഇമെയിൽ അഡ്രസ്സ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. പിന്നെ ഇവിടെ നേരെ നിങ്ങൾക്ക് ബില്ലിംഗ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ നിങ്ങൾ പേര്, നിങ്ങളുടെ ലാസ്റ്റ് നെയിം, ഇന്ത്യ, പിന്നെ നിങ്ങളുടെ രാജ്യം, ഫോൺ നമ്പർ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ അഡ്രസ്സ്, അങ്ങനെ നിങ്ങൾ സിറ്റി, സ്റ്റേറ്റ് എല്ലാം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യുക. ഓക്കെ, വൺസ് നിങ്ങളിത് കണ്ടിന്യൂ കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ UPI വഴി പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വൺസ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഒരു പ്ലാൻ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നേരെ നിങ്ങൾ എച്ച് പാനലിലേക്ക് നിങ്ങൾ ഈ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഈ ഒരു പേജിലേക്കായിരിക്കും എത്തുക. നിങ്ങളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ട് ഡൊമൈൻ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ ആ ഡൊമൈൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും നിങ്ങളുടെ ഒരു പാനൽ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക, നിങ്ങൾ ഏതൊക്കെ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇതാണ് ഇപ്പം നമ്മൾ നോക്കിയിട്ടുള്ള വെബ്സൈറ്റ്. ഓക്കെ, ഇതാണ്ടില്ലേ, ഈ ഒരു വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ നേരെ ഇവിടെ വന്നു, നമ്മുടെ കൊച്ചി കോഫി എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ ഈ ഒരു വെബ്സൈറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്ക് ടു ഇവിടെ വെബ്സൈറ്റിലോട്ട് വന്നിട്ട് ഇവിടെ ആഡ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇവിടെ നേരെ വേർഡ് പ്രസ് എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങളിവിടെ എന്താ പറയുക, ഇപ്പോൾ വാങ്ങിച്ച ഈ ഒരു ഹോസ്റ്റിംഗ് പ്ലാൻ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ പ്രോസസ്സിൽ എവിടെയെങ്കിലും ക്രിയേറ്റീവ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് താഴെ കുറേ ഓപ്ഷൻസ്, അതായത് PHP വെബ്സൈറ്റ് അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് വേർഡ് പ്രസ് ആണ് കേട്ടോ. അപ്പോൾ വേർഡ് പ്രസ് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നേരെ ഈ ഒരു പേജിലേക്കും വരും. ഇവിടെ നിങ്ങൾ എന്താ പറയുക, യൂസർ നെയിം, ഇവിടെ നിങ്ങൾ പാസ്വേഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. പാസ്വേഡ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് അടിക്കുക. ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് വെബ്സൈറ്റ് വിത്ത് AI പ്രീ ബിൽഡ് വെബ്സൈറ്റ് അങ്ങനെയൊന്നും ഇല്ല. നമ്മളിവിടെ ക്രിയേറ്റ് ബ്ലാങ്ക് സൈറ്റ് എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, നിങ്ങളും ഇവിടെ ഓപ്ഷൻസ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിവിടെ ക്രിയേറ്റ് ബ്ലാങ്ക് സൈറ്റ് എന്ന് കൊടുക്കുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഡൊമൈൻ നെയിം ചോദിക്കുന്നുണ്ട്. ഇതുപോലെയൊക്കെ നിങ്ങളോട് ചോദിക്കുക ഡൊമൈൻ നെയിം. ആൻഡ് നിങ്ങളിവിടെ എന്താ പറയുക, ഒരു ഡൊമൈൻ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഡൊമൈൻ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രീ ആയിട്ടുള്ള ഡൊമൈൻ ഓൾറെഡി ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സബ് ഡൊമൈൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡൊമൈൻ മാൽക്കം 1 എന്നാണ് എൻ്റെ ഡൊമൈനിൻ്റെ പേര്. ഓക്കെ, മാൽക്കം 1 എന്ന കമ്പനിയുടെ പേരാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഡൊമൈൻ്റെ പേര്. ആൻഡ് നമുക്കിവിടെ കൊച്ചി കോഫി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ kochikoffee.malcolm1.com എന്നാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഫ്രീ ഡൊമൈൻ. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സബ് ഡൊമൈൻസ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളൊരു ഡൊമൈൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ പുതിയ വെബ്സൈറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സബ് ഡൊമൈൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡൊമൈൻ നെയിം അവൈലബിൾ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിവിടെ നേരത്തെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ വേർഡ് പ്രസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, കണ്ടില്ലേ? അപ്പോൾ നേരെ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ വേർഡ് പ്രസ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരു ഡാഷ്ബോർഡിലേക്ക് അയക്കും വരെ. ഇവിടെ നിന്നാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. വെബ്സൈറ്റിൻ്റെ ABCD എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്നാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി വീണ്ടും നമ്മളുടെ ഇവിടെ HPanel ഹോസ്റ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇവിടെ വെബ്സൈറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇപ്പോൾ തുടങ്ങിയതാണല്ലേ kochikoffee.malcolm1 എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് നമുക്കിവിടെ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വെബ്സൈറ്റ്. ഓക്കെ, kochikoffee.malcolm1. അപ്പോൾ ഇവിടെ നമുക്കൊന്നുമില്ല, പക്ഷേ നമുക്കൊന്നും ക്രിയേറ്റ് ഒന്നും ചെയ്തില്ല. പക്ഷേ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു അടിപൊളി വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കണം ഇതിന്. ഓക്കെ, അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ kochikoffee.malcolm1ൻ്റെ ഒരു ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്, വേർഡ് പ്രസ് ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഈ ഒരു വെബ്സൈറ്റിനെ എങ്ങനെ ആക്കണം എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് ആദ്യം ഇവിടെ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതൊക്കെ ഈ സൈഡിൽ കാണുന്ന ഈ പേജസ്, മീഡിയ, ഇതൊക്കെ എന്താണെന്ന് നമ്മൾ ഈ വീഡിയോ പോകുന്നതോറും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ആദ്യം നമുക്കിവിടെ പ്ലഗിൻസിൽ പോവാം. പ്ലഗിൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഈ ഒരു കോഴ്സ് ഇങ്ങനെ ഈ വീഡിയോ പോകുന്നതോറും നിങ്ങളത് പഠിക്കും. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ആദ്യം നമുക്കിവിടെ കാണുന്ന കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലഗിൻസ് ഉണ്ട് ഹോസ്റ്റിംഗിൻ്റെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എല്ലാം സെലക്ട് ചെയ്യുക. ഇവിടെ ബൾക്ക് ആക്ഷനിൽ ഡീആക്ടിവേറ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ അപ്ലൈ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഡീആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നേരെ ഇവിടെ ഒന്നും കൂടി സെലക്ട് ചെയ്തിട്ട് ബൾക്ക് ആക്ഷനിൽ പോയിട്ട് ഡിലീറ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ അപ്ലൈ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള പ്ലഗിൻസ് ഒക്കെ നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ കുറച്ച് പ്ലഗിൻസ് ആഡ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യാം. ആദ്യം നമുക്കിവിടെ യൂസേഴ്സിൽ പോവുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം കളർ ചൂസ് ചെയ്യുക. അതായത് ഈ കളർ വേണോ, അല്ലെങ്കിൽ കോഫി എന്നുള്ള ഈ കളർ വേണോ, അല്ലെങ്കിൽ ഇത് വേണോ, അല്ലെങ്കിൽ മിഡ് നൈറ്റ്, സൺറൈസ്, പിന്നെ ഓഷ്യൻ, ഇങ്ങനെ കുറേ കളർ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും മോഡേൺ ആണ് കേട്ടോ ചൂസ് ചെയ്യുക. മോഡേൺ ആണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം, കാരണം കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ്. അപ്പോൾ ഞാൻ മോഡേണിൽ ചൂസ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ID കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഇമെയിൽ ID ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്ത ഇമെയിൽ IDക്ക് ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും. അതിൽ നിങ്ങൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ചേഞ്ച് ആവും. ഇവിടെ പിന്നെ നിങ്ങളുടെ വെബ്സൈറ്റ് HTTP എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ചെറിയ മാറ്റം വരുത്താണ്ട്. ഇവിടെ HTTP എന്നുള്ളതില്ല, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് HTTPS എന്ന് ആഡ് ചെയ്യണം. ഓക്കെ, അത് നമുക്ക് ഒരു ലോക്ക് കിട്ടാനുണ്ടോ. ഇവിടെ ഇപ്പോൾ ഈ ഒരു കണക്ഷൻ ഈ സെക്യൂർ എന്നുകൊണ്ട് ഈ ലോക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് HTTPS യൂസ് ചെയ്യുന്നത്. ഗൂഗിളിനൊക്കെ ഹെൽപ്ഫുൾ ആവും, നമുക്ക് കുറച്ചും കൂടി ട്രാഫിക് കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ. ഇനി ഇവിടെ അപ്ഡേറ്റ് പ്രൊഫൈൽ എന്ന് കൊടുക്കുക. ഇനി ഇവിടെ സെറ്റിങ്സിൽ പോവുക. ഇവിടെ ഓരോന്നേരം നമുക്ക് നോക്കാം.
ഇവിടെ ജനറലിലുണ്ട്, ഇവിടെ നിങ്ങളുടെ സൈറ്റിൻ്റെ പേര്, പിന്നെ ഇവിടെ ടാഗ് ലൈന് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇവിടെ സൈറ്റിൻ്റെ ഐക്കൺ, അതായത് ഇപ്പോൾ നമുക്ക് ഈ ഹോസ്റ്റിംഗ് ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു ഐക്കൺ ഇല്ലേ, അപ്പോൾ നമുക്ക് ഇവിടെ ഐക്കൺ കൊടുക്കാനുള്ളതാണ്. ഇവിടെ നമുക്ക് വെബ്സൈറ്റ് URL കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എനിവൺ ക്യാൻ രജിസ്റ്റർ. നമുക്കിപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ചെറിയൊരു ബേസിക് ആയിട്ടുള്ള സൈറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സെറ്റിങ്സിൽ, പിന്നെ ഇവിടെ റൈറ്റിങ്സ് ഇതൊന്നും വേണം. നമുക്കിവിടെ റീഡിങ്ങിലേക്ക് പോവാം. റീഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ബ്ലോഗ്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവും. ഇത് നമുക്കിവിടെ കൊടുക്കാം. ആൻഡ് ഇവിടെ സെർച്ച് എഞ്ചിൻ വിസിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ ഗൂഗിളിൽ ഇപ്പോൾ നിങ്ങളുടെ സൈറ്റ് ഇൻഡെക്സ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ ഇൻഡെക്സ് ചെയ്തോട്ടെ. നമുക്കിപ്പോൾ ഇൻഡെക്സ് ചെയ്യണമെന്നാണല്ലോ നമ്മുടെ ഒരു ഇത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ മീഡിയ, ഇവിടെ പെർമ ലിങ്ക്സ് ഉണ്ട്. മീഡിയസിലേക്ക് നമ്മൾ പോവാം. ഓക്കെ, പെർമ ലിങ്ക്സിൽ പോയിട്ട് ഇവിടെ നിങ്ങളുടെ പോസ്റ്റ് നെയിമിൽ ഓൾറെഡി മാർക്ക്ഡ് ആണോ എന്ന് നോക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ഇതൊന്നും വേണ്ട. ഇപ്പോൾ പ്ലെയിനിലൊക്കെ ആണെങ്കിൽ നമ്മളത് പോസ്റ്റ് നെയിമിലേക്ക് ആക്കണം കേട്ടോ. ഇനി നമുക്ക് സൈറ്റ് ബിൽഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ അപ്പിയറൻസ് ഉണ്ട്. അപ്പിയറൻസിൽ പോയിട്ട് തീംസ് സെലക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ കറണ്ട് ആയിട്ടുള്ള തീം 2025 എന്ന് പറയുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു തീമൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ നമുക്കിത് ആദ്യം ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു തീം നമുക്ക് എടുക്കുക. ഇവിടെ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ, അവിടെ ഡിലീറ്റ് ചെയ്യുക. ഇവിടെ ഈ ഒരു തീം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള തീം. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം, പക്ഷേ ആദ്യം നമുക്ക് പുതിയൊരു തീം ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആഡ് തീം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ കണ്ടിട്ട് നിങ്ങളുടെ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള തീം. പിന്നെ ഇവിടെ വേറെ കുറേ തീമുകളുണ്ട്. ഓക്കെ, ഇവിടെ ആസ്ട്ര, ഹെലോബിസ്, അങ്ങനത്തെ കുറേ തീമുകളുണ്ട്. ഓഷ്യൻ, WB. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ നമുക്കിവിടെ ഹെലോ എലമെൻറ്റോ എന്ന് പറഞ്ഞ തീമാണ് ഉള്ളത്. ഇത് ഫ്രീ ആണ്, നിങ്ങൾക്കിത് എടുക്കാം. ഓക്കെ, ഇവിടെ ഇൻസ്റ്റാൾ എന്ന് കൊണ്ട് കൊടുക്കുക. ഓക്കെ, വൺസ് ഈ ഒരു തീം ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഇവിടെ ആക്ടിവേറ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ തീം ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇനി ഈ ഒരു തീമിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യാം, ഡിലീറ്റ്. ഇനി നമുക്ക് കുറച്ച് പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇവിടെ പ്ലഗിൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ആഡ് ന്യൂ പ്ലഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ മുകളിലുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്കിത് ക്ലോസ് ചെയ്യാം, ഇതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നിന്നിട്ട് നമുക്ക് എലമെൻറ്റോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സെർച്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ അപ്പോൾ എലമെൻറ്റോ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ കുറേ അത്യാവശ്യം പ്ലഗിൻസ് കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെൻറ്റോ വെബ്സൈറ്റ് ബിൽഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പ്ലഗിൻ നമുക്ക് എന്തായാലും വേണം. അപ്പോൾ നമുക്കിത് ഇൻസ്റ്റാൾ എന്ന് കൊടുക്കാം. പിന്നെ ഇവിടെ കുറച്ച് എലമെൻറ്റോ ആഡ് ഓൺസ് കൊണ്ടുണ്ടാവും, എസെൻഷ്യൽ ആഡ് ഓൺസ് ഉണ്ടാവും. അത് നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ഇവിടെ റോയൽ ആഡ് ഓൺസ് ഉണ്ടാവും, അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ഇവിടെ അൾട്ടിമേറ്റ് ആഡ് ഓൺസ് ഉണ്ടാവും, അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ഇവിടെ എലമെൻറ്റോ കിറ്റ്സ്, പ്രീമിയം ആഡ് ഓൺസ് ആൻഡ് എലമെൻറ്റ്സ് കിറ്റ്സ്, ഈ സംഭവങ്ങളാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു അൺലിമിറ്റഡ് എലമെൻറ്റ്സ് ഫോർ എലമെൻറ്റോ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതൊക്കെ എന്തിനാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇനി നമുക്ക് നേരെ ഇവിടെ നമുക്കൊരു കോണ്ടാക്ട് ഫോം വേണം. അപ്പോൾ നമുക്ക് ഫ്ലുവൻറ്റ് ഫോം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫ്ലുവൻറ്റ് ഫോംസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഫ്ലുവൻറ്റ് ഫോംസ് വന്നിട്ടുണ്ട്. ഈ ഫ്ലുവൻറ്റ് ഫോംസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കോണ്ടാക്ട് ഫോം ഇല്ലേ, ഈ ഒരു കോണ്ടാക്ട് ഫോമിനാണ് നമ്മൾ ഈ ഫ്ലുവൻറ്റ് ഫോം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വാട്സാപ്പിലേക്കുള്ള ഒരു ബട്ടണാണ് വേണ്ടത്. അപ്പോൾ വാട്സാപ്പിൻ്റെ ചാറ്റ് എന്ന് ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ക്ലിക്ക് ടു ചാറ്റ് എന്ന് പറഞ്ഞിട്ട് ഹോളി തീംസ് ക്ലിക്ക് ടു ചാറ്റ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും. അപ്പോൾ അതിൽ പോയിട്ട് അത് നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അതും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇൻസ്റ്റാൾ ചെയ്ത പ്ലഗിൻസ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾഡ് പ്ലഗിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പ്ലഗിൻസ്. ഓക്കെ, ഇനി ഇത് നമുക്ക് ഇതൊക്കെ ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ഈ പ്ലഗിൻസിലൊക്കെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ബൾക്ക് ആക്ഷൻ ഉണ്ടാവും, അവിടെ ആക്ടിവേറ്റ് എന്നുണ്ടാവും. അപ്പോൾ എന്നിട്ട് ഇവിടെ ആക്ടിവേറ്റ് എന്ന് കൊടുക്കുക, അപ്ലൈ എന്ന് കൊടുക്കുക. സോറി, അപ്പോൾ ഇവിടെ എലമെൻറ്റോടെ സെറ്റപ്പ് ഒക്കെ ചോദിക്കുന്നുണ്ടാവും. അത് നമുക്ക് സ്കിപ്പ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒക്കെ സ്കിപ്പ് എന്ന് കൊടുത്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ എലമെൻറ്റോ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഇതാണ് നമ്മുടെ പേജ് ബിൽഡർ. ഇവിടെയാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്ന സൈറ്റൊക്കെ. പിന്നെ നമുക്ക് നേരെ ഇതിൻ്റെ ആവശ്യം നമുക്കില്ല, ഇതിലേക്ക് നമ്മൾ പോകും. പക്ഷേ ഇപ്പോൾ നമുക്ക് ആദ്യം പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യാം. നേരെ ഇവിടെ എക്സിറ്റ് വേർഡ്പ്രസ് എന്ന് കൊടുക്കുക. ഇത് എലമെൻറ്റോടെ തന്നെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്ത പേജാണ് കേട്ടോ. നമ്മൾ വേറെ നമ്മുടെ പേജ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ അത് നോക്കണ്ട. ഓക്കെ, ഇത് കണ്ടില്ല, ഇവിടെ പേജസിൽ എലമെൻറ്റോട് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്ത 2 പേജസ് ആണ്. പക്ഷേ ഇത് നമുക്ക് രണ്ടും നമുക്ക് ട്രാഷിലേക്ക് ഉണ്ട്. അപ്പോൾ മൂവ് ടു ട്രാഷ് എന്ന് കൊടുക്കുക, ഈ 2 പേജും. ഓക്കെ, എന്നിട്ട് ഇവിടെ അപ്ലൈ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ട്രാഷിൽ പോയി കഴിഞ്ഞിട്ട്
ഇത് രണ്ടും സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ബൾക്ക് ആക്ഷനിൽ ഡിലീറ്റ് പെർമനൻ്റ്ലി കൊണ്ടുണ്ടാവും. അതിൽ പോയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് രണ്ടും ഡിലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ അടുത്ത പരിപാടിയിലോട്ട് പോവാം. ഇവിടെ കുറേ എന്താ പറയുക ഓപ്ഷൻസ് ഇങ്ങനെ കാര്യങ്ങൾ കുറേ വന്നിട്ടുണ്ട്. ഭയങ്കര എന്താ പറയുക ഒരു രസമില്ല കാണാൻ മൊത്തത്തിൽ. ഓക്കെ, നമുക്കപ്പോൾ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഇത് ഡിലീറ്റ് ചെയ്യാം, ഇത് ഡിലീറ്റ് ചെയ്യാം, ഇത് ഡിലീറ്റ് ചെയ്യാം, ഇതും ഡിലീറ്റ് ചെയ്യാം. ഇനി ഇവിടെ എന്താ പറയുക റോയൽ എലമെൻ്റ് ആഡ് ഓൺസ് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആക്ടിവേഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ സ്കിപ്പ് എന്ന് നോക്കാം നേരത്തതുപോലെ. ഓക്കെ, ഇത് നമ്മൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ കുറേ ടെംപ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ കാണും, പക്ഷേ ഇതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമുക്കിനി ഡാഷ്ബോർഡിലേക്ക് പോകാം. ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്ന് ചവറ് പോലെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തൊന്ന് ക്ലീൻ ആക്കത്. ഓക്കെ, ജസ്റ്റ് എനിക്കെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ നമുക്കിവിടെ മുകളിൽ ഈ സ്ക്രീൻ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ സ്ക്രീൻ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ പോയി കിട്ടും. ഓക്കെ, ഇതിനൊന്നും നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, നല്ല വൃത്തിയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പേജ് ബിൽഡ് ചെയ്യാം. ഓക്കെ, അതിനിവിടെ നമുക്ക് പേജസിൻ്റെ ഉള്ള ഓപ്ഷനിൽ പോയിട്ട് ആഡ് പേജ് എന്ന് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മെയിൻ പേജ്, അതായത് ഈ ഒരു ഹോം പേജാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഹോം പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള പരിപാടി നമുക്ക് നോക്കാം. അപ്പോൾ നേരെ ഇവിടെ വരിക, ഇവിടെ അല്ല, ഇവിടെ വരിക, എന്നിട്ട് ഇവിടെ നേരെ ഹോം എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ഹോം എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടെ എഡിറ്റ് വിത്ത് എലമെൻറ്റോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ മുകളിൽ കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇങ്ങനത്തെ ഒരു പേജിലേക്ക് ആയിരിക്കും വരിക. ഓക്കെ, ഇനി നമുക്ക് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് നമുക്കത് ആവശ്യമുള്ളപ്പോൾ ഞാൻ എടുക്കാം. പിന്നെ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാം. എൻ്റെ ഇവിടെ ഗോട്ട് ഇറ്റ്. അതിൻ്റെ ഇവിടെ നമുക്ക് ആദ്യം ഈ ഹോം എന്ന് പറയുന്ന ഈ ഒരു പേജിൽ ഈ ഒരു നെയിം നമുക്ക് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അതിന് നമുക്ക് ആദ്യം ഇവിടെ പേജ് സെറ്റിങ്സിലേക്ക് പോവാം. ഇത് ഇവിടെ ഈ ഒരു സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മുകളിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും, പേജ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ ഹൈഡ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഹൈഡ് ടൈറ്റിൽ എന്നുള്ള ഇവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈറ്റിൽ പോയി കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം കളയണം. ഈ ഒരു ലിങ്ക് നമുക്കിവിടെ നമ്മുടെ പേരാണ്, നമ്മുടെ ഡൊമൈൻ്റെ പേരാണ്, നമ്മളവിടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന പേരാണ്. അപ്പോൾ അത് നമുക്കത് കളയണം. അതെങ്ങനെ കളയേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇനി എങ്ങനെ ആ ഒരു പേജിലേക്ക് നമ്മൾ പോകുമെന്ന് നമുക്ക് നോക്കാം. കാരണം നമ്മളിപ്പോൾ ഇവിടെ വന്നു, ഈ ഒരു പേജിലേക്ക് വന്നു, പക്ഷെ നമുക്ക് നമ്മുടെ വേർഡ് പ്രസ്സിൽ നേരത്തെ കാണിച്ചിരുന്ന ഡാഷ്ബോർഡിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല. ഓക്കെ, അതെങ്ങനെ പോകാമെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പം അതിന് നമുക്ക് ഇതാണ് നമ്മുടെ ഡൊമൈൻ നെയിം. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു സ്ലാഷ് ഇട്ടിട്ട് WP admin എന്ന് പറഞ്ഞിട്ട് ഇവിടെ അങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമ്മുടെ ഡൊമൈൻ നെയിം ഒരു സ്ലാഷ് ഇട്ടിട്ട് WP admin. ഓക്കെ, ഇതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. എന്നിട്ട് ഇവിടെ നിങ്ങൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഈ ഒരു ഡാഷ്ബോർഡിലേക്ക് പോകും. ഓക്കെ, ഇങ്ങനെയാണ് ഇവിടെ ഡാഷ്ബോർഡിലേക്ക് പോകേണ്ടത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പേജിലേക്ക് ഹോസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു പേജിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നേരെ WP admin എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതേ പേജിലേക്ക് പോകും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു പേജ് ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം നമുക്ക് കളയണം. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ പോയിട്ട് അപ്പിയറൻസിൽ പോവുക. ഇവിടെ നമുക്ക് കസ്റ്റമൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അതിൽ നമുക്കിവിടെ സൈറ്റ് ഐഡൻറ്റിറ്റി ഉണ്ടാവും, അവിടെ നമുക്കവിടെ സൈറ്റ് ടൈറ്റിൽ ഉണ്ടാവും. അതിൽ പോയിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം, പരിപാടി കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ പബ്ലിഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ഇവിടെ നേരെ വരിക, ഒന്ന് പബ്ലിഷ് എന്ന് കൊടുക്കുക, ഒന്ന് റിഫ്രഷ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു സംഭവമൊക്കെ പോയി ഇവിടെ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനി ഇതേപോലെ ഒരെണ്ണം നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം, ഇവിടെ ബിൽഡ് ചെയ്യാം. അതിനാദ്യം തന്നെ നമുക്ക് ഇവിടെ എഡിറ്റ് വിത്ത് എലമെൻറ്റോടൊന്ന് കൊടുക്കുക. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തീർക്കാനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇവിടെ വന്നിട്ട് ഇത് നേരെ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളെന്നൊക്കെ കൊടുത്താൽ മനസ്സിലാവും. നമുക്കിതാണ് ഒരു കണ്ടെയ്നർ എന്ന് പറയും. ഓക്കെ, നമുക്ക് ഈ ഒരു കണ്ടെയ്നർ നമുക്ക് ഇവിടെ ആഡ് ചെയ്യും. ഈ കണ്ടെയ്നർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പ്ലസ് ബട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പോൾ ഇവിടെ പ്ലസ് എന്ന് കൊടുക്കുക. ഇവിടെ ഫ്ലെക്സ് ബോക്സ് ഉണ്ടാവും, ഫ്ലെക്സ് ബോക്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എന്നിട്ട് ഈ ഒരു ബട്ടൺ ഉണ്ടാവും, ഇവിടെ ഡൗൺ ആയിട്ട് ഇവിടുത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഈ ഒരു ബട്ടൺ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക.
അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വിഡ്ത്ത് 1362 ആണ് കൊടുത്തിരിക്കുന്നത് കാണാം. ഓക്കെ, അപ്പോൾ നമുക്കും അതേപോലെ തന്നെ 1362 കൊടുക്കാം. 1362 ഇത് വലുതായി. ഇനി നമുക്ക് നേരെ ഇവിടെ ഇതേപോലെയുള്ള ഹെഡിങ്, പിന്നെ ഇവിടെ ഡിസ്ക്രിപ്ഷൻ, പിന്നെ ഈ ബട്ടൺ, ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് വേഗം കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതാണ്ടില്ലേ ടെക്സ്റ്റ് എഡിറ്ററിൽ കാണുന്നുണ്ട്. നമുക്ക് ഈ ഒരു സംഭവം നേരെ അങ്ങോട്ട് കോപ്പി ചെയ്യാം. എൻജോയ് യുവർ ഫേവറേറ്റ് കോഫി വിത്ത് എൻകോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കോപ്പി ചെയ്യാം. എന്നിട്ട് നേരെ നമുക്കിവിടെ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആഡ് എലമെൻ്റ് എന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി ഒരു കണ്ടെയ്നർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോകാം. കണ്ടോ, ഇത് ബിൽഡ് ചെയ്യാൻ, വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ആൻഡ് ഇത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഈ ഒരു സാധനം ഇത് കണ്ടില്ലേ, എൻജോയ് യുവർ ഫേവറേറ്റ് കോഫി വിത്ത് കോപ്പി എന്ന് പറഞ്ഞിട്ട്, ആൻഡ് ഇവിടെ നമ്മളത് കൊടുത്തു വയ്ക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഇതേപോലെ എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു സെറ്റപ്പിലേക്ക് ആക്കുക. അപ്പോൾ നമുക്ക് ഇനി അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഈ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ആദ്യം നമുക്കത് സെൻറ്ററിലേക്ക് ആക്കണം. അപ്പോൾ ആദ്യം നമുക്കത് സെൻറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ അലൈൻമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഇവിടെ സെൻറ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇത് നേരെ സെൻറ്ററിലേക്കായി. പക്ഷേ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല ബിഗ് ആയിട്ട് നല്ല അത്യാവശ്യം കാണാൻ നല്ല രസമുള്ള ഒരു ഇതായിട്ടാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതുപോലെ ആക്കിയെടുക്കണ്ടേ. അപ്പോൾ നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ ടൈപ്പോഗ്രഫി എന്നുണ്ടാവും. ടൈപ്പോഗ്രഫിയിൽ പോയിട്ട് ഇവിടെ നമുക്ക് എന്താ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ടൈപ്പോഗ്രഫിയിൽ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്, പ്ലേഫൈ ഡിസ്പ്ലേ, സൈസ് 64, മീഡിയം, അതൊക്കെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഇവിടെയും കൊടുക്കുക. ലൈൻ ഹൈറ്റ് 77, ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് അതേപോലെ തന്നെ ഇവിടെ ഫോൺ ഫാമിലിയിൽ പോയിട്ട് പ്ലേഫൈ, ഓക്കെ, ഇവിടെ പ്ലേഫൈ ഡിസ്പ്ലേ എന്ന് കൊടുത്തപ്പോൾ ഇവിടെ ഫോണ്ട് മാറി കണ്ടോ. ഇനി നമുക്ക് നേരെ ഇവിടെ 64 എന്ന് കൊടുക്കാം സൈസ്. ഓക്കെ, ഇപ്പോൾ ഇത് വലുതായില്ലേ. ഇനി ഇവിടെ ലൈൻ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ 77 കൊടുത്തിരിക്കും. അപ്പോൾ 77 കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നോർമൽ എന്നുള്ള ഇവിടെ മീഡിയമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കളർ മാറ്റാം. കാരണം ഇപ്പോൾ ഇത് ഒരുപാട് ലൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കളറിൽ പോയിട്ട് ഇവിടെ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കാം. ഇവിടെ നമ്മൾ കളർ ബ്ലാക്ക്, അപ്പോൾ പ്യൂർ ബ്ലാക്ക് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയും ബ്ലാക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക് ഏകദേശം ഇതുപോലെ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, നമുക്കിവിടെ മെനു കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ നമുക്ക് ഈ ഒരു ചെറിയൊരു ടെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റും ബട്ടണും ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ആദ്യം ഇവിടെ പ്ലസ് ആഡ് എലമെൻറ്റിൽ പോവുക. വീണ്ടും അവിടെ നമുക്കിവിടെ ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ട്. അവിടെ നമുക്ക് വീണ്ടും പോയിട്ട് ഇവിടെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഇടുക. അപ്പോൾ ടെക്സ്റ്റ് എഡിറ്റർ നമ്മൾ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നേരെ നമ്മളുടെ ഇവിടുത്തെ ഈ ഒരു ടെക്സ്റ്റ് എടുക്കുക. നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ നിന്ന് അങ്ങനെ കോപ്പി ചെയ്യുക, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് നേരെ ഇത് സെൻറ്ററിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, സെൻറ്ററിലേക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ ടൈപ്പോഗ്രഫി കാര്യങ്ങൾ ഇവിടെ നമ്മൾ എത്ര കൊടുത്തിരിക്കുന്നത്, ഇവിടെ ടൈപ്പോഗ്രഫിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇൻറ്റർ, ഫോൺ ഫാമിലി ഇൻറ്റർ, പിന്നെ സൈസ് 20, ഇവിടെ ലൈറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് അതേപോലെ തന്നെ ചെയ്യാം. ഇവിടെ ഇൻറ്ററിൽ പോയിട്ട് ഇവിടെ ഇൻറ്റർ, ഫോൺ ഫാമിലി ഇൻറ്റർ, സൈസ് 20, ആൻഡ് ഇവിടെ അത് ലൈറ്റ്. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം, അതായത് ഇവിടെ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആഡ് എലമെൻറ്റ് പ്ലസ് വീണ്ടും കൊടുക്കുക. അപ്പോൾ ഇവിടെ പ്ലസ് കൊടുത്തതിന് ശേഷം ഇവിടെ നേരെ ഈ ബട്ടൺ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ ബേസിക്കലി. ഓക്കെ, അപ്പോൾ ഈ ബട്ടൺ നേരെ എടുത്തിട്ട് ഇവിടെ ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ ബട്ടൺ വരുന്നത്, ഡിഫോൾട്ടായിട്ടുള്ള ബട്ടൺ വരുന്നത്. അപ്പോൾ നമുക്ക് ലിങ്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ലിങ്കൊക്കെ നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ എന്താ എഴുതിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലോർ പ്രൊഡക്ട്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പ്ലോർ പ്രൊഡക്റ്റ് എന്ന് തന്നെ ഇവിടെയും കൊടുത്തേക്കാം. ഓക്കെ, നമ്മളപ്പോൾ ഇവിടെ എക്സ്പ്ലോർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അത് നമുക്ക് അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നോക്കാം, നമ്മൾ എത്ര കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇവിടെ ടൈപ്പോഗ്രഫി ഉണ്ട്. ടൈപ്പോഗ്രഫിയിൽ നമുക്കിവിടെ സൈസ് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, പ്ലേഫൈ ഡിസ്പ്ലേ 24, ലൈറ്റാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഇവിടെയും കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ സ്റ്റൈലിൽ പോവാം. ആദ്യം നമുക്കത് സെൻറ്ററിലേക്ക് ആക്കാം കേട്ടോ. ഇവിടെ പൊസിഷനിൽ ഇവിടെ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ലെഫ്റ്റ് റൈറ്റ്
സ്ട്രെച്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സ്ട്രെച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയോ. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് ഇത് വേണ്ട. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ കൊടുക്കാം. ഇനി നമുക്കിവിടെ ടൈപ്പോഗ്രഫിയിൽ പ്ലേഫയറിൽ ഡിസ്പ്ലേയിൽ കൊടുക്കാം. ആൻഡ് നമുക്കിവിടെ സൈസ് വരുന്നത് 24. ഇനി നമുക്കിവിടെ ഈ ഒരു അണ്ടർലൈൻ ഉണ്ടല്ലോ, ഇവിടെ എക്സ്പ്ലോർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു അണ്ടർലൈൻ ഉണ്ട്. നേരെ മറിച്ച് ഇവിടെ അങ്ങനെ ഇല്ല. ഓക്കെ, ഇവിടെ അണ്ടർലൈൻ ഇല്ല. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ഡെക്കറേഷനിൽ പോയിട്ട് ഇവിടെ നണ്ണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഡെക്കറേഷനിൽ ഇവിടെ അണ്ടർലൈൻ അല്ലെങ്കിൽ ഇപ്പോൾ ഓവർലൈൻ എന്ന് പറഞ്ഞാൽ മുകളിലായി വരെ കണ്ടോ. ഇനി നമുക്ക് നേരെ ഇവിടെ നണ്ണെന്ന് കൊടുക്കാം. അപ്പോൾ നണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കാണില്ല. ഇനി നമുക്ക് ഇതിൻ്റെ കളർ കാര്യങ്ങളൊക്കെ മാറ്റാം. അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരു മറൂൺ. ഓക്കെ, അതാണ് നമ്മുടെ ഇതിൻ്റെ കളർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കളർ തന്നെ അവിടെയും കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ വരിക. ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ കളർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നമുക്ക് ഈ മറൂൺ കളർ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഈ ഒരു കളർ നമുക്ക് കിട്ടുന്നില്ല. എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു കളർ എടുക്കാം. ഓക്കെ, ഇതിൻ്റെ കോഡ് ഇവിടെ താഴെ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ അല്ലാണ്ട് തന്നെ നമുക്ക് ഈ ഒരു കളർ എങ്ങനെ കിട്ടുക? അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ കളേഴ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടൂള് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, കളേഴ്സ് ഇല്ല എന്ന് പറയുന്നത് ഇതവിടെ കളേഴ്സ് ഇല്ല. ഈ കളേഴ്സ് ഇല്ല എന്ന് പറയുന്നത് ഒരു ക്രോം എക്സ്റ്റൻഷനാണ്. കളർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ഒരു കളേഴ്സ് ഇല്ല ഉണ്ടെങ്കിൽ നമുക്ക് ഇതവിടെ ഈ ഒരു ഓപ്ഷൻ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് പോയിട്ട് പിക്ക് കളർ ഫ്രം ദ പേജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ ചിലപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റ് ആയതുകൊണ്ടായിരിക്കും വർക്കാവത്ത്. നമുക്ക് വേറൊരു പേജിൽ പോയി നോക്കാം. ഓക്കെ, ഈ ഒരു പേജിൽ പോയിട്ട് നോക്കാം. ഇവിടെ വന്നിട്ട് നമുക്ക് നേരെ പിക്ക് കളർ ഫ്രം പേജ്. ഓക്കെ ഇതാണ്ടില്ലേ, ഇപ്പോൾ വർക്കാവുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പോയിന്റ് സാമ്പിൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഏതിൽ ഹവർ ചെയ്താലും ആ ഒരു കളർ ഇതവിടെ മുകളിൽ കാണാൻ പറ്റും. ഓക്കെ, ഇത് കണ്ടില്ല. ഇപ്പോൾ റെഡ് ആണെങ്കിൽ റെഡിൽ ഹവർ ചെയ്തപ്പോൾ അത് കണ്ടു. ഇവിടെ ഗ്രീൻ ആണെങ്കിൽ ഗ്രീനിൽ ഹവർ ചെയ്തപ്പോൾ അത് കണ്ടു. ഇവിടെ ബ്ലാക്ക് ആണെങ്കിൽ ആ ഒരു കളറും കണ്ടു. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്ക് കളർ ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്കിതിൽ ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു കളറിൽ പോയിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ കളറുടെ കോഡ് ഇതിൽ ഓട്ടോമാറ്റിക്കലി കോപ്പി ആയി. ഇനി നമുക്ക് നേരെ ഇവിടെ വരിക. എന്നിട്ട് നേരെ നമുക്കിവിടെ ഈ ഒരു കളർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ ഇവിടെ കോഡ് കാണുന്നുണ്ടാവും, അതിൽ പോയിട്ട് അത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ കളർ ഇവിടെ മാറി. ഇങ്ങനെയാണ് നമ്മൾ കളർ ചേഞ്ച് ചെയ്യുക. ഇനി നമുക്ക് ഈ ബട്ടണിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് പാഡിംഗ് എന്ന് പറയുന്നത് 24, 48, 24, 48 എന്നാണ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് റൈറ്റിലും 48, മുകളിലും താഴെയും 24 നമ്മുടെ പാഡിങ് കൊടുത്തിരിക്കുന്നത്. പാഡിംഗ് എന്ന് പറഞ്ഞാൽ ബട്ടണിൻ്റെ സൈസാണ് കേട്ടോ. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ പാഡിംഗ് ഒന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം പോയിട്ട് ഈ ഒരു ലിങ്ക് ചെയ്യുന്ന കാര്യം അൺലിങ്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 0 പാഡിംഗ് ആണ്. അപ്പോൾ നമുക്കിത് ഷ്രിങ്ക് ആയി ബട്ടൺ. ഇവിടെ സൈസ് പാഡിംഗ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മുകളിൽ 24. ഓക്കെ, ഇത് 240 ആയി. നമുക്ക് 24 ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെയും ബോട്ടം ആൻഡ് 24 സെയിം ആയിട്ട് കൊടുക്കുക. അതിൻ്റെ ഇവിടെ സൈഡിൽ 2 നമുക്ക് 48 ആണ് വേണ്ടത്. അപ്പോൾ 48. ആൻഡ് ഇനി ഇവിടെ നമുക്ക് കേർവ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കേർവ് ആയിട്ടുണ്ട്. ഇവിടെ ബോട്ടം കേർവ്ഡ് ആണ് ആൻഡ് ഇവിടെ ടോപ്പ് കേർവ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഒരു കേർവി എഫക്റ്റ് നമുക്കിതിൽ കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിവിടെ ഇത് ബോർഡർ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിൽ പോയിട്ട് അൺലിങ്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു 32, ഇവിടെ ഒരു 32. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഏകദേശം സിമിലറായി. ഇനി ഇവിടെ ആകെ ഉള്ളത് ഒരു ഐക്കണാണ്. ഈ ഒരു ആരോ ഐക്കൺ പോലെ ഇവിടെ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് ആഡ് ചെയ്യാൻ നോക്കാം. എങ്ങനെ ആഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഇവിടെ ബട്ടണിൽ പോവുക. ഇവിടെ കണ്ടന്റിൽ പോയിട്ട് ഇവിടെ ഐക്കൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ അപ്ലോഡ് SVG നമുക്ക് കസ്റ്റമായിട്ടുള്ള ഐക്കൺ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഐക്കൺ ലൈബ്രറി ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ആരോസ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ഏത് ആരോ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു തൽക്കാലത്തേക്ക് ഈ ഒരു ആരോ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ആരോ എടുത്തു കഴിഞ്ഞപ്പോൾ അതിവിടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് വന്നത്. അപ്പോൾ ഇവിടെ ഐക്കൺ പൊസിഷൻ ഉണ്ട്. നമുക്കിവിടെ എൻഡിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ ആരോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. അടുത്തായിട്ട് എന്താ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇമേജസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജസ് ഇങ്ങനെ നല്ല വൃത്തിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ താഴെ നമുക്ക് കുറച്ച് എന്താ പറയുക നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ഒരു സെക്ഷൻ അടുത്തത് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ വന്നിട്ട് ഇമേജസ് ആഡ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ പ്ലസ് എലമെൻറ്റ്സിൽ പോയിട്ട് ആഡ് എലമെൻറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ടാകും. നമുക്ക് ഇനി ഇവിടെ നേരെ ഇവിടെ ലേഔട്ടിൽ പോയിട്ട് ഗ്രിഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ,
ഈ ഒരു ഗ്രിഡ് എടുത്തിട്ട് നേരെ ഇവിടെ പോയിട്ട് ഇതിൻ്റെ അടിയിൽ അങ്ങോട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ദിസ്. ഇനി നമുക്ക് നേരെ ഇവിടെ വരിക. ഇതിൽ നമുക്ക് ഇപ്പോൾ 3, അതായത് ഇവിടെ കോളംസ് 1, 2, 3 കോളമുണ്ട്, അതിൻ്റെ 2 റോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കോളം ഓക്കെയാണ്. നമുക്കിവിടെ കോളം 3 എണ്ണം പോരെ. നമുക്ക് ഇവിടെ എത്ര ഇമേജസ് ഉണ്ട്? ഇവിടെ 5 ഇമേജസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 5 കോളം വേണം. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ 3 മാറ്റിയിട്ട് 5 ആക്കുക. ഇനി ഇവിടെ നമുക്ക് റോ ഒരെണ്ണം മതി, കാരണം ഇവിടെ നമുക്ക് ജസ്റ്റ് സിംഗിൾ റോ അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഇവിടെയും ഒരു റോ. ഇനി നമുക്കിവിടെ കണ്ടന്റ് വിഡ്ത്ത് എന്ന് കൊണ്ടുണ്ടാവും. അവിടെ ഫുൾ വിഡ്ത്ത് എന്ന് പകരം നമുക്കിവിടെ ബോക്സ്ഡ് ആക്കാം. ബോക്സ്ഡ് ആക്കിയിട്ട് നമുക്കിവിടെ 1, 2, 1, 4 എന്ന് പറയുന്ന ഒരു നമ്പർ കൊടുക്കാം. ഓക്കെ, വിഡ്ത്തിൻ്റെ സൈസ് എത്രയേ വേണ്ടുള്ളൂ നമുക്ക്. ഇനി നമുക്കിവിടെ ഇമേജസ് പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ പ്ലസ്സിൽ പോയിട്ട് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കണ്ടില്ലേ, അത് നമുക്ക് ഡ്രാഗ് ചെയ്ത് നേരെ ഇവിടെ ഇമേജ്, ഓക്കെ, 1, സെക്കൻഡ് ഇമേജ്, തേർഡ് ഇമേജ്, ഫോർത്ത് ഇമേജ്, ഫൈനൽ ഇമേജ്, 5 ഇമേജ് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഈ ഇമേജ് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഇൻസേർട്ട് മീഡിയ എന്നുള്ളതിൽ ഇവിടെ ചൂസ് ഇമേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വരും. അപ്പോൾ ഇവിടെ നമുക്ക് സെലക്ട് ഫയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇമേജസുള്ള ഓപ്ഷൻ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആദ്യം നമ്മുടെ ഇമേജസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ ഇതിലേക്ക് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജസ് ഒക്കെ. ഈ ഇമേജസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക, പേട്രിയോണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇമേജസിനൊക്കെ ആക്സസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേട്രിയോണിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ ഇമേജസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാം. ആൻഡ് നമുക്ക് ഈ ഒരു ഇമേജസ് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ആൻഡ് എന്നിട്ട് നമുക്കിവിടെ ഓപ്പൺ എന്ന് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഇമേജസ് ഒക്കെ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് അതിൽ ഏതാണോ വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തു. ഇനി നമുക്കിവിടെ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ഇനി നമുക്കിവിടെ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. ഇവിടെ അതേപോലെ തന്നെ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. ഇവിടെ അതേപോലെ തന്നെ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമേജസ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇമേജ് ഇതേപോലെ എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നേരെ ഇവിടെ സ്റ്റൈലിൽ പോകും. ഇവിടെ ബോർഡർ റേഡിയസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ഇതിലെങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ഇതിലാദ്യം റൈറ്റ് ബോട്ടം. ഓക്കെ, റൈറ്റ് എത്രയാണോ കൊടുത്തിട്ടുള്ളത്? റൈറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 60 ആണ്. ഓക്കെ, അപ്പോൾ എല്ലാ ഇമേജസും 60 ആണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 60 ആൻഡ് ഇവിടെ ലെഫ്റ്റ് സൈഡ് 60. ഇതേപോലെ തന്നെ സെയിം ആയിട്ടുള്ള എല്ലാ ഇമേജസും ഞാൻ കൊടുക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമേജസ് ഒക്കെ നമ്മൾ ബോർഡർ റേഡിയസ് നമ്മൾ കൊടുത്ത് നല്ല വൃത്തിക്ക് ആക്കിയിട്ടുണ്ട്. ഏകദേശം ഇതേപോലെ തന്നെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്പേസിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒട്ടും സ്പേസ് ഇല്ല. നേരെ മറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് ടോപ്പിൽ. ഓക്കെ, ഇവിടെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്, കണ്ടല്ലേ? ഇവിടെ അതേപോലെ തന്നെ ഇവിടെ എക്സ്പ്ലോർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടെയ്നർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്പേസ് കാണില്ല. നേരെ മറിച്ച് ഇവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടോപ്പിൽ ലൈറ്റായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്പേസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ അഡ്വാൻസിലേക്ക് പോവാം. ഇവിടെ പാഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു സ്പേസിങ് പോയി. ഇനി നമുക്ക് ഈ ഒരു മുകളിലത്തെ ഇതാണ് ക്ലിയർ ചെയ്യേണ്ടത്. മുകളിൽ കുറച്ച് സ്പേസ് വേണം. അപ്പോൾ ഇവിടെ മാർജിനിൽ പോവാം. മാർജിനിൽ പോയിട്ട് ലിങ്ക് വാല്യൂസ് ടുഗദർ അതിൽ അൺക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ മാർജിനിൽ ടോപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് അവിടേക്ക് എത്രയാണ് സ്പേസ് വേണ്ടത് അതിങ്ങനെ കൂട്ടി കൊടുക്കുക. ഓക്കെ, ഇത് നമുക്ക് ഈ ഒരു സ്പേസ് ഈ ഒരു സ്പേസ് വേണം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ ടോപ്പിൽ ഇതേപോലെ തന്നെ ചെയ്യാം. ടോപ്പിൽ നമുക്കിവിടെ അഡ്വാൻസിൽ പോവാം, മാർജിനിൽ പോവാം. അല്ലെങ്കിൽ ഇവിടെ മാർജിൻ വേണ്ട, ഇവിടെ നമുക്ക് പാഡിങ് ആവാം. പാഡിങ്ങിൽ മുകളിൽ ഒരു 80 ഇത്ര കൊടുക്കുക, ഒരു 84, 83 ആ ഒരു റേഞ്ചിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് അത്യാവശ്യം സ്പേസ് ആയി. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു വൃത്തി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ഇതുപോലെ സിമിലറും ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇവിടെ ഈ ഒരു സംഭവമാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ഇവിടെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു നമ്പറിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു സംഭവം കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരു ഡിവൈഡർ വയ്ക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ 2 ഡിവൈഡർ ഉണ്ട്, താഴെയും മുകളിലുമായിട്ട്. അപ്പോൾ നമുക്ക് അതുപോലെ എണ്ണം വയ്ക്കാം.
അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇവിടെ പ്ലസ് ആഡ് എലമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവിടെ നമുക്ക് ഇവിടെ ഡിവൈഡർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നേരെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് താഴെ വയ്ക്കാൻ പറ്റുന്നില്ല, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ വയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നേരെ ഡ്രാഗ് ചെയ്ത് ഓക്കെ, ഇത് ഇവിടെ താഴെ വയ്ക്കാൻ നമുക്ക് പറ്റുന്നില്ല, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിവിടെ സ്ട്രക്ചർ എടുക്കാം. ഇവിടെയാണ് നമ്മൾ സ്ട്രക്ചർ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മുകളിൽ ഇവിടെ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഗ്രിഡ് അങ്ങോട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നേരെ ഈ ഡിവൈഡർ എടുത്തിട്ട് ഇതിൻ്റെ തൊട്ട് താഴെ അങ്ങോട്ട് വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഡിവൈഡർ ഇവിടെ വന്നുകൊണ്ടോ. ഇനി നമുക്ക് ഈ സ്ട്രക്ചർ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കുറച്ച് സ്പേസിങ് കാര്യങ്ങൾ വരുത്താം. അപ്പോൾ നമുക്ക് ഇവിടെ മുകളിൽ മാർജിനിൽ പോവാം. ഇവിടെ ടോപ്പിൽ അത്യാവശ്യം നമുക്ക് വേണ്ടത്ര സ്പേസ് വരുത്താം. ഇനി നമുക്ക് ഇവിടെ ഇതിൻ്റെ സ്റ്റൈലിൽ പോയിട്ട് ഇവിടെ നമുക്ക് സോളിഡ് മാറ്റിയിട്ട് ഡോട്ടഡ് ആക്കാം. ഓക്കെ, ഡോട്ടഡ് ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ലൈറ്റ് ആയിരിക്കും, അത് കുറച്ചും കൂടി കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് താഴെ അടുത്ത് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കത് വരുത്താം. അപ്പോൾ നമുക്ക് ഈ ഒരു കൗണ്ടർ വരുത്താൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്ലസ്സിൽ പോവാം. ഇവിടെ ഗ്രിഡ് ഉണ്ട്, ഗ്രിഡ് എടുത്തിട്ട് നമുക്ക് നേരെ ഇവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് നേരെ ഇവിടെ എത്ര എണ്ണം ഉണ്ടോ, 1 2 3 4 കൗണ്ടറാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഗ്രിഡിൽ പോയിട്ട് ഇവിടെ കോളംസ് ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ കോളംസിൻ്റെ ഇവിടെ 4 കോളംസ് ആണ് വേണ്ടത്. ഇവിടെ നമുക്ക് 1 റോ മതി. പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഈച്ച് ഗ്രിഡിലും നമുക്ക് ഇവിടെ ഒരു കൗണ്ടർ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കൗണ്ടറിനായിട്ട് അപ്പോൾ നമ്മളിവിടെ ഈ എലമെൻസിൽ പോയിട്ട് ഇവിടെ കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് വരും. അതിൽ നമുക്കിവിടെ മുകളിൽ PA എന്നുള്ള കൗണ്ടറാണ് നമുക്ക് വേണ്ടത്. ഇവിടെ കൗണ്ടർ PA എന്നുള്ള ഓപ്ഷനാണ് വേണ്ടത്. അതിൽ നേരെ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു കൗണ്ടർ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇതിനെ നമ്മൾ ഇങ്ങനെ ആക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ നേരെ ഇവിടെ ടൈറ്റിൽ എന്താ വന്നിരിക്കുന്നത്, ടൈറ്റിൽ എന്ന് പറയുന്നത് കോഫി വേരിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ കോഫി വേരിയൻ്റ് എന്നുള്ളത് നേരെ കോപ്പി ചെയ്യുക, ഇവിടെ നമ്മളത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടൈറ്റിൽ ഇവിടെ വന്നു. ഇനി നമുക്ക് ഇവിടെ കാണുന്നുള്ളത് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവിടെ നമുക്ക് ഫൈനൽ നമ്പർ എന്ന് പറയുന്നത് 500 ആണ്. നമുക്ക് ഇവിടെ 500 അല്ല, നമുക്ക് 30 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 30 എന്ന് കൊടുക്കാം. 30 എന്ന് കൊടുത്തിട്ട് ഇപ്പോൾ ഇവിടെ 30 എന്ന് കൗണ്ട് ആവുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഈ ഒരു ഐക്കൺ ആണ് നമുക്കത് മാറ്റേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഐക്കൺ ആദ്യം ഇവിടെ നിന്ന് മാറ്റാം. നമുക്ക് അവിടെ നടത്തിയതായ ഐക്കൺ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ഓപ്ഷനിൽ പോവാം. ഇവിടെ ഐക്കൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് മാറ്റാം. അപ്പോൾ ഇവിടെ ഇതിങ്ങനെയാണ് ഇപ്പോൾ കൗണ്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ എന്താണുള്ളത്, ഇനി ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 30 കഴിഞ്ഞിട്ട് ഒരു പ്ലസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ പ്ലസ് എന്നുള്ള ഓപ്ഷൻ വേണം കൊടുക്കാൻ. പിന്നെ ഇവിടെ ഈ കോഫി വേരിയന്റിനുള്ള ഈ ഒരു ഫോണ്ട് കാര്യങ്ങളത് സൈസ് കാര്യങ്ങളൊക്കെ മാറ്റാം. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ആദ്യം ഈ പ്ലസ് കൊടുക്കാനുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്കിവിടെ വാല്യൂ പ്രിഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ മുമ്പിൽ, വാല്യൂ സഫിക്സ് എന്ന് പറഞ്ഞ ശേഷം. അപ്പോൾ നമുക്ക് സഫിക്സ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ സഫിക്സിൻ്റെ അവിടെ പ്ലസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ 30 പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ സൈസ് കളർ കാര്യങ്ങളൊക്കെ മാറ്റാം. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ സ്റ്റൈലിൽ പോവാം. ഇവിടെ നമുക്ക് ആദ്യം നമ്മുടെ ടൈറ്റിലുടെ കാര്യങ്ങൾ നമുക്ക് മാറ്റാം. ടൈറ്റിലുടെ നമുക്ക് കളർ എന്ന് പറയുന്നത് നമ്മുടെ കളർ എന്തായിരുന്നു ഇവിടെ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ കളർ കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ടൈറ്റിലുടെ കളർ എന്ന് പറയുന്നത് ഈ സെയിം കളർ തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു കളറാണ് വരുന്നത്, ബ്ലാക്കിഷ് കളറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കളർ തന്നെ എടുത്തിട്ട് പിന്നെ ഇവിടെ നമുക്ക് ഫോണ്ട് വരുന്നത് എനിക്കിത് ഓക്കെ പ്ലേ ഫെയർ തന്നെയാണ്. അപ്പോൾ പ്ലേ ഫെയർ എന്നുള്ളത് നമുക്കിവിടെ ഓക്കെ, ഇപ്പോൾ ഇവിടെ പ്ലേ ഫെയർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈസ് നോക്കാം. സൈസ് വരുന്നത് 24 ആണ്. 24 നോർമൽ. ഓക്കെ, അപ്പോൾ ഇവിടെ 24, ഇവിടെ സെമി ബോൾഡ് അല്ല, നോർമൽ. ഇനി നമുക്ക് ഈ 30യുടെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ 30യുടെ അവിടെ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ എന്നിട്ട് വാല്യൂവിൽ പോയിട്ട് ഇവിടെ ടൈപ്പോഗ്രഫി, ഈ കളർ നമുക്ക് സെയിം കളർ കൊടുക്കാം. ഇവിടെ ടൈപ്പോഗ്രഫിയിൽ നമുക്കിവിടെ റോബോട്ടോ 64 ആണ് വേണ്ടത്. നമുക്കത് ഇൻ്റർ ആക്കാം. ഇൻ്റർ എന്നായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, റോബോട്ടോ 64 400 നോർമൽ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നേരെ ഈ ഒരു നമ്പറിലേക്ക് പോവാം. നമ്പറിലെ വാല്യൂവിലേക്ക് പോയിട്ട് നമുക്കിവിടെ ഈ സെയിം കളർ കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ടൈപ്പോഗ്രഫിയിൽ നമുക്കിവിടെ ഇൻ്റർ എന്നുകൊണ്ട് കൊടുക്കാം. ഇൻ്റർ കൊടുത്തിട്ട് നമുക്കിവിടെ നേരെ സൈസ് ഒരു 24, മേ ബി ഒരു 64. ഓക്കെ, 64 ആണ്. അപ്പോൾ നമുക്ക് എന്നിട്ട് ഇവിടെ സെമി ബോർഡിന് പകരം നോർമൽ.
ആൻഡ് ഇനി നമുക്ക് അടുത്തത് എന്താ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പ്ലസ് ആണ്. പ്ലസ് നമുക്ക് ഇവിടെ പ്രിഫിക്സ് ആൻഡ് സുഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ടൈപ്പോഗ്രഫി കാര്യങ്ങളുണ്ടാവും. നമ്മളുടെ പ്രിഫിക്സ് അല്ല സുഫിക്സ് ആണ്. അപ്പോൾ ഇതിൽ പോയിട്ട് നമുക്ക് കളർ സെയിം ഈ ഒരു കളർ കൊടുക്കുക. ആൻഡ് ഇവിടെ ടൈപ്പോഗ്രഫിയിൽ നമുക്ക് ഒരു 64 തന്നെ കൊടുക്കുക. ഓക്കെ, 64 കൊടുത്തായിട്ട് ഇവിടെ നമുക്ക് നോർമൽ വേണ്ട, നമുക്ക് ഒരു ലൈറ്റ് കൊടുക്കാം. ഓക്കെ, ലൈറ്റ് കൊടുക്കുക. ഇവിടെ നിന്നിട്ട് ഇൻറ്റർ. ഇപ്പോൾ കുറച്ചും കൂടി നല്ല വൃത്തിക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 30+ ഉണ്ട്, ഇവിടെ അത് തന്നെയുണ്ട്. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു സ്പേസിങ് കുറച്ച് കുറവാണ്. ഇവിടെ 30+, ഇവിടെ കോഫി വേരിയൻറ്റിന് അവിടെ സ്പേസിങ് കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് സ്പേസിങ് ഒന്ന് കുറയ്ക്കാം. ഓക്കെ, അതിനാദ്യമായിട്ട് നമുക്ക് ഇവിടെ സ്റ്റൈലിങ്ങിൽ പോവാം. ഇവിടെ നമുക്ക് ടൈപ്പോഗ്രഫിയിൽ നമുക്ക് ഇവിടെ ലൈൻ ഹൈറ്റ് ഉണ്ട്. ആ ലൈൻ ഹൈറ്റ് ഒന്ന് നമുക്കൊരു 8 ആക്കാം. ഓക്കെ, 8 സീംസ് ടു ബി നൈസ്. അപ്പോൾ നമുക്കൊരു 8 കൊടുക്കാം. ഇപ്പോൾ നല്ല വൃത്തിയുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കോഫി വേരിയൻ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഇവിടെ 4 കൊണ്ടുവരണമെന്നാണ്. അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തപ്പോൾ ഇവിടെ വീണ്ടും ഇതേ സംഭവം തന്നെ വന്നു. ഇനി നമുക്ക് അതേപോലെ തന്നെ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, ഇവിടെ ഒന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതേപോലെ വന്നു. ഇനി നമുക്ക് ഈ നമ്പേഴ്സ് നിങ്ങൾക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഫൈനൽ നമ്പറിൻ്റെ അവിടെ മാറ്റിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാർജിൻ, ഈ ഒരു ഡിവൈഡറാണ്, അത് നമുക്ക് ഒന്നും കൂടി കൊണ്ടുവരാം. ഓക്കെ, നമുക്ക് ആദ്യം ഈ ഒരു ഡിവൈഡർ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ്, നേരെ ഇവിടെ ഡ്രാഗ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഡ്രാഗിങ്ങിനുള്ള പരിപാടി നടക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, സ്ട്രക്ചർ കൊടുക്കുക, നേരെ ഈ ഗ്രിഡ് ക്ലോസ് ചെയ്യാം, എന്നിട്ട് ഈ ഡിവൈഡർ എടുക്കുക, നേരെ ഇതിൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഈ ഡിവൈഡറുടെ മുകളിലത്തെ എന്താ പറയുക മാർജിൻ നമുക്ക് കുറച്ച് കുറയ്ക്കാം. ഓക്കെ, ഏകദേശം ഈ ഒരു അളവിൽ കറക്റ്റാണ്. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സൈറ്റ് ഇരിക്കുന്നത്. നിങ്ങളിത് നോക്കണ്ട, ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഇരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി വേറൊരു ഇതിൽ നോക്കാം, പ്രിവ്യൂ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിത് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, കാരണം നമുക്കിത് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇനി നമുക്കിത് പബ്ലിഷ് ചെയ്തിട്ട് ഒന്നും കൂടി നമുക്ക് നോക്കാം. പ്രിവ്യൂ ചേഞ്ചസ് കണ്ടില്ലേ? അപ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് ഇതുപോലെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക്. ഇനി നമ്മളുടെ ഇവിടെ എങ്ങനെയാണെന്ന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവർ പ്രൊഡക്ട്സ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു സബ് ഹെഡിങ്, പിന്നെ നമ്മുടെ പ്രൊഡക്ട്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഇവിടെ പോവുക, ഇവിടെ ഒരു പുതിയ ഫ്ലെക്സ് ബോക്സ് തുടങ്ങാം. ഇവിടെ നമുക്ക് നേരെ ഇത് ചൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് എന്നിട്ട് 1362 എന്ന് കൊണ്ട് കൊടുക്കുക. ആൻഡ് ഇവിടെ നമുക്ക് ആദ്യം ഒരു സബ് ഹെഡിങ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ടെക്സ്റ്റ് എഡിറ്ററിൽ പോയിട്ട് നമുക്ക് ഒരു ടെക്സ്റ്റ് എഡിറ്ററിൽ നമുക്കിവിടെ സബ് ഹെഡിങ് തുടങ്ങാം. ഇതാണ് നമുക്ക് അവർ പ്രൊഡക്ട്സ് ആണ് നമ്മുടെ സബ് ഹെഡിങ്. അപ്പോൾ നമുക്കിവിടെ അവർ പ്രൊഡക്ട്സ് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇവിടെ സെൻറ്ററിലേക്ക് ആക്കുക. ഇവിടെ നമുക്ക് ഇൻറ്റർ ആണ് നമ്മുടെ ഫോണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് 24 ആയിരിക്കും. 24 ഇവിടെ നമുക്ക് ഇത് നോർമൽ തന്നെ കൊടുക്കാം. ആൻഡ് ഇവിടെ ബാക്കി ഇതെന്താണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ ടൈപ്പോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ 36x5 ഡിസ്പ്ലേ. അപ്പോൾ നമുക്കിവിടെ ഒന്നും കൂടി ഒരു ടെക്സ്റ്റ് ഇവിടെ താഴെ ഡ്രോപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഈ ഒരു ടൈറ്റിൽ അങ്ങോട്ട് കോപ്പി ചെയ്യാം. ഓക്കെ, അത് കോപ്പി ചെയ്തിട്ട് അതിവിടെ പേസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഇത് നേരെ ഒന്ന് സെൻറ്ററിലേക്ക് ആക്കിയിട്ട് നമുക്ക് നേരെ ഇവിടെ ഇത് ടൈപ്പോഗ്രഫിയിൽ വന്നിട്ട് ഇവിടെ പ്ലേ ഫെയർ ഡിസ്പ്ലേയിൽ സെലക്ട് ചെയ്യാം. ഇവിടെ 36, ഇവിടെ നോർമൽ, ഇവിടെ നമുക്ക് ഇനി കളർ ഒന്ന് മാറ്റണം. കളർ നമുക്ക് ഇവിടെ പോയിട്ട് നേരെ ഇവിടെ ബ്ലാക്ക്. ഓക്കെ, ബ്ലാക്ക് അല്ല, ശരിക്കും പറഞ്ഞാൽ നമുക്ക് തൽക്കാലം ഈ ഒരു കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ എങ്ങനെ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ മാർജിനിൽ പോയിട്ട് ഇവിടെ മൈനസ് ഒരു 30, ഓക്കെ 31, 32. ഓക്കെ, നമുക്ക് ഈ ഒരു ഇത് കൊടുക്കാം. ഇനി നമുക്ക് നേരെ അടുത്ത നമ്മളുടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ സംഭവമാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ആദ്യം തന്നെ ഇവിടെ ആഡ് എലിമെൻറ്റ്സിൽ പോവാം.
അല്ലെങ്കിൽ നമുക്കിവിടെ പ്ലസ്സിൽ നമുക്കൊരു പുതിയ ഫ്ലെക്സ് ബോക്സ് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി പ്രൊഡക്ട്സ് ആഡ് ചെയ്യാനായിട്ട് നമുക്കിവിടെ പ്ലസ്സിൽ പോയിട്ട് നമുക്കിവിടെ ഫ്ലെക്സ് ബോക്സിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ 4 എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ 1, 2, ഇവിടെ 2, ഇവിടെ 2, പിന്നെ ഇവിടെ ഒരു 4 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ 4 ഫ്ലെക്സ് ബോക്സ് ആയി. ആൻഡ് നമുക്ക് ഇനി ഇവിടെ വിഡ്ത്തിൻ്റെ ഇവിടെ 1362 നമ്മുടെ യൂഷ്വൽ വിഡ്ത്ത് നമുക്ക് കൊടുക്കാം 362. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ 4 ബോക്സസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇത് ആഡ് ചെയ്യാം. ഇത് ഓരോന്നോരോന്നായി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജാണ്. അപ്പോൾ നമുക്കിവിടെ പ്ലസ് ആഡ് എലിമെൻറ്റിൽ പോവാം. നമുക്കിവിടെ ആഡ് ഇമേജ് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ എന്താണ് വരുന്നത്, നമുക്കിവിടെ ഒരു ചെറിയൊരു ചോക്ലേറ്റ് ലാറ്റെ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് ആണ്. അപ്പോൾ നമുക്ക് അതിനൊരു ടെക്സ്റ്റ് എഡിറ്റർ കൊടുക്കാം. ഇനി നമുക്ക് താഴെ ഇവിടെ ഒരു റിവ്യൂ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് 2 ഓപ്ഷനാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിനൊരു ഗ്രിഡ് കൊടുക്കാം. ഓക്കെ, ഒരു ചെറിയൊരു ഗ്രിഡ് ഇവിടെ താഴെ. ഓക്കെ, ഇവിടെ നമുക്ക് 2 എണ്ണം മതി. ആൻഡ് ഇവിടെ നമുക്ക് 1 എണ്ണം മതി. ഇനി നമുക്ക് ഇവിടെ താഴെ എന്താ വരുന്നത്, ഇവിടെ താഴെ നമുക്ക് വീണ്ടും ഒരു ടെക്സ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ടെക്സ്റ്റ് കൊടുക്കാം. ഇതിൻ്റെ താഴെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ട് നേരെ നമ്മുടെ സ്ട്രക്ചറിലോട്ട് പോവാം. സ്ട്രക്ചറിലോട്ട് പോയിട്ട് താഴെ വരിക. എന്നിട്ട് നമുക്ക് നേരെ ഈ ഒരു നമുക്ക് നമ്മളെ ഗ്രിഡിൻ്റെ താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഗ്രിഡ് ഇവിടെ എംപ്റ്റിയാണ്. നമ്മളതിൻ്റെ താഴെ ടെക്സ്റ്റ് എഡിറ്റർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വീണ്ടും ഒരു ഗ്രിഡാണ് വേണ്ടത്. കാരണം ഇവിടെ ഒരു ബട്ടണും പ്രൈസും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു സംഭവം ഗ്രിഡ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് നേരെ ഗ്രിഡ് അങ്ങോട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ ഇവിടെ ഒരു കൊടുക്കുക. ഇവിടെ ആഡ് ചെയ്യാം. ഇവിടെ നിന്നിട്ട് 1 എണ്ണം 2 എണ്ണം ഇവിടെ 1 എണ്ണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഫോർമാറ്റ് വരുന്നുണ്ട്. ഇനി നമുക്കിത് എഡിറ്റ് ചെയ്ത് ഇതുപോലെ നല്ല കിടിലം സെറ്റപ്പാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇമേജ് മാറ്റാം. ഇമേജിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ കുറച്ച് ഇമേജസ് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കത് അപ്ലോഡ് ചെയ്യാം. ഇവിടെ സെലക്ട് ഫയൽസിന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഇമേജസ് ഉണ്ടാവും. ഇവിടെ ഇമേജസ് എന്ന് പറയുന്ന ഈ ഇമേജസ് ഒക്കെ നിങ്ങൾക്ക് പേട്രിയോണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ഇത് നേരെ നമുക്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓപ്പൺ എന്ന് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ 4 ഇമേജസ്. ഇനി നമുക്കിതിൽ ഓരോന്നോരോന്ന് സെലക്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. ഇതിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എടുക്കാം. ആൻഡ് നമുക്ക് ആദ്യം ഈ ഇമേജ് ഈ ഒരു സെറ്റപ്പിലേക്ക് ആക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യണോ? വിഡ്ത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇല്ല, വിഡ്ത്ത് ചേഞ്ച് ചെയ്തില്ല. അപ്പോൾ നമുക്ക് ഇതേ സെറ്റപ്പിൽ തന്നെ ആക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഇവിടെ 56 ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. റൈറ്റും ലെഫ്റ്റും നമുക്ക് 56 കൊടുക്കാം. അപ്പോൾ നേരെ നമുക്കിവിടെ ഇതൊന്ന് അൺലിങ്ക് ചെയ്തിട്ട് 56. അപ്പോൾ നമ്മളിവിടെ 56 കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വരുന്നത് ചോക്ലേറ്റ് ലാറ്റെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടൈറ്റിലാണ്. അപ്പോൾ നമുക്ക് ആ ടൈറ്റിൽ അങ്ങനെ അങ്ങോട്ട് കോപ്പി ചെയ്യാം. ഇവിടെ ഞാൻ നിങ്ങളുടെ ഈ ഒരു സ്പേസ് വരെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ സ്പേസ് വേണം. അപ്പോൾ നമുക്ക് സ്പേസ് വരെ കോപ്പി ചെയ്തിട്ട് നേരെ ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നേരെ ഇതിലിങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സൈസ് മാറ്റാം. അപ്പോൾ നമുക്ക് ഇവിടെ ടൈപ്പോഗ്രഫിയിൽ വന്നിട്ട് ഇവിടെ റോബോട്ടോ മാറ്റിയിട്ട് ഇൻറ്റർ ആക്കാം. ഇൻറ്റർ ആൻഡ് ഇവിടെ സൈസ് വന്നിട്ട് ഒരു 24 അല്ലെങ്കിൽ 20 കൊടുക്കാം. 20 ആണോ 24 ആണോ നമുക്കൊന്ന് സൈസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, മിക്കവാറും 24 ആണ്. ഓക്കെ, ഇവിടെ പ്ലസ് ജക്കാർട്ട സാൻസ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്ലസ് ജക്കാർട്ട സാൻസ് തന്നെ കൊടുക്കാം. ജക്കാർട്ട സാൻസ്. ഓക്കെ, ഇവിടെ 24, ഇവിടെ 600, ഇവിടെ ഒരു തരത്തിലുള്ള നമുക്ക് ബ്ലാക്ക് നമുക്ക് കൊടുക്കാം. ഇനി നമുക്കിവിടെ ചോക്ലേറ്റ് ലാറ്റെ എന്നുള്ള ഹെഡിങ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് ഈ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ ഈ സ്റ്റാറും സംഭവങ്ങളും കിട്ടും. അപ്പോൾ നമുക്ക് നേരെ ഇതങ്ങോട്ട് കോപ്പി ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു കണ്ടെയ്നറിൽ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കിവിടെ ടെക്സ്റ്റ് എഡിറ്റർ നേരെ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് വേണം. നമുക്കിവിടെ എല്ലാം സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. നമുക്കിവിടെ വരുന്നത് ഈ ഒരു റിവ്യൂസാണ്. ആദ്യം നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഇൻറ്റർ 2700 ബോൾഡ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നേരെ പോവാം. ഇവിടെ റോബോട്ടോ മാറ്റിയിട്ട് ഇൻറ്റർ 2700 ബോൾഡ്. പിന്നെ നമുക്കിവിടെ കളറും കൂടി മാറ്റാം. കളർ നമുക്ക് ഏകദേശം ഈ ഒരു കളർ കൊടുക്കാം. ആൻഡ് നമുക്കിപ്പോൾ ഇത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഇതേപോലെ തന്നെ സെയിം ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് എഡിറ്റർ. ഓക്കെ, ടെക്സ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ എന്താ വേണ്ടത് 360 റിവ്യൂസ്. അപ്പോൾ ഇത് നേരെ ഇങ്ങനെ വൃത്തിക്ക് അങ്ങോട്ട് കോപ്പി ചെയ്യാം. എന്നിട്ട് ഇവിടെ നേരെ സെലക്ട് ചെയ്ത് റിപ്ലേസ് ചെയ്യാം.
ഓക്കെ, ഇവിടെ ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് പോയിട്ട് ഇൻറ്റർ അല്ലെങ്കിൽ ജക്കൗട്ട് സയൻസ് അല്ലെങ്കിൽ മിക്കവാറും ഇൻറ്റർ തന്നെ ആയിരിക്കും. ഇൻറ്റർ നമുക്കിവിടെ കൊടുക്കാം. ഇനി നമുക്കിവിടെ 40 നോർമൽ. ഓക്കെ, ഇതിപ്പോൾ ഓൾറെഡി ഏകദേശം സെയിം സൈസാണ്. നമുക്ക് വേണമെങ്കിൽ ഇതൊരു 20 ആവും, അല്ലെങ്കിൽ ഇത് ഓൾറെഡി ഇപ്പോൾ ഉള്ള സൈസ് ഓക്കെയാണ്, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു 16 കൊടുക്കാം. ഇനി നമുക്ക് നേരെ ഇതൊന്ന് നല്ല വൃത്തിക്കൊന്ന് അലൈൻ ചെയ്യാം. ഓക്കെ, അതാണ് നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഈ ഒരു ഗ്രിഡ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് സ്പേസിങ് ഒന്നും ഇല്ലാണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ പാഡിങ്ങിൽ പോയിട്ട് ഇതൊന്ന് ഓക്കെ, ഇവിടെ സ്പേസിങ് ഇപ്പം ഇല്ല ഒട്ടും. ഇനി നമുക്ക് ഇതൊന്ന് മുകളിലേക്ക് എത്തിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ മാർജിനിൽ പോയിട്ട് ഇവിടെ ടോപ്പിൽ നേരെ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടെ ഇത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമുക്കിവിടെ മാർജിനിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഒരു ലെറ്റ്സ് സേ ഒരു 72. ഓക്കെ, 72 ഓക്കെയാണ്. ഇനി നമുക്കിവിടെ ടോപ്പിൽ മാർജിൻ ഒരു 4 ആക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് നല്ല വൃത്തിക്കുണ്ട്, ഏകദേശം ഇതേപോലെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് നേരെ അങ്ങോട്ട് കോപ്പി ചെയ്യാം ആൻഡ് ഇവിടെ നമുക്ക് അങ്ങനെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരെ ഇവിടെ അഡ്വാൻസിലേക്ക് വന്നിട്ട് ഇവിടെ പാഡിങ്ങിൽ പോയിട്ട് ഇവിടെ നമുക്ക് റൈറ്റ് 24, ഇവിടെ ലെഫ്റ്റ് ഏകദേശം 29. ഇവിടെ നമുക്ക് റൈറ്റും കുറച്ച് ഓക്കെ ഒരു 39. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ഇപ്പോൾ ഏകദേശം ഒന്ന് സിമിലർ ആയിട്ട് തുടങ്ങിയിട്ട് കണ്ടില്ലേ. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇതൊന്ന് മുകളിലേക്ക് എത്തിക്കാം കുറച്ച് ഒന്ന്. ഓക്കെ, അപ്പോൾ മാർജിനിൽ പോവാം. അപ്പോൾ നേരെ എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് ഇനി നമുക്ക് നേരെ ഇവിടെ കറൻസിയും പിന്നെ ഈ ഒരു ബട്ടണുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ഈ ബട്ടണും കറൻസിയും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ തന്നെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ പോവാം. ഇവിടെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് എഡിറ്റർ നേരെ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ പോയിട്ട് നേരെ നമുക്ക് ഈ ഒരു ബട്ടൺ അങ്ങനെ ഇങ്ങോട്ട് കോപ്പി ചെയ്യുക, സ്പേസ് ഉൾപ്പെടെ അതിൻ്റെ ഇവിടെ അങ്ങനെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് പേസ്റ്റ് ചെയ്തതിന് ശേഷം നേരെ ഇത് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. ഇവിടെ ലെറ്റ്സ് സേ ഇൻറ്റർ ഇവിടെ ഒരു 20, ഇവിടെ ഒരു സെമി ബോൾഡ് കൊടുക്കാം. ആൻഡ് ഇവിടെ ഒരു കളർ ഈ ഒരു കളറും കൊടുക്കാം. ആൻഡ് ഇവിടെ ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ നമുക്കിവിടെ ഒരു ബട്ടണാണ് വേണ്ടത്. ബട്ടൺ നമുക്ക് നേരെ ഇവിടെ പ്ലസ് കൊടുക്കാം. ഇവിടെ നിന്നിട്ട് ബട്ടണിൽ പോയിട്ട് നേരെ ബട്ടൺ എടുത്ത് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഈ ഒരു ബട്ടണിൻ്റെ ഇവിടെ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് നോക്കാം, എത്രയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇവിടെ ബോർഡർ റേഡിയസ് 30, പിന്നെ ഇവിടെ 15, 30 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ സ്റ്റൈലിൽ പോയിട്ട് അതേപോലെ തന്നെ നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ അത്ര സൈസ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് നോക്കാം. ഇവിടെ 16 ആണ് പ്ലൈഫൈ ഡിസ്പ്ലേ ആൻഡ് 600 ബോർഡ്. ഓക്കെ, നമുക്ക് അതേപോലെ അങ്ങോട്ട് കൊടുക്കാം. ടൈപ്പോഗ്രഫി ഇവിടെ 16 പ്ലൈഫൈ ഡിസ്പ്ലേ 16 600 സെമി ബോൾഡ്. ഇവിടെ ഡെക്കറേഷനിൽ നമുക്കിവിടെ നൺ. ഓക്കെ, അണ്ടർലൈൻ നമുക്കിവിടെ വേണ്ട. ഇനി നമുക്ക് വേറെ എന്താ ഉള്ളത്, നമ്മളിവിടെ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കൊടുക്കാനുണ്ടോ? ഓക്കെ, ഇത് തന്നെയാണ്. പിന്നെ ഇവിടെ പാഡ്. ഓക്കെ, ഇവിടെ മറ്റേ ബോർഡർ റേഡിയസ് വന്നിട്ട് ഇവിടെ 30. ഇനി നമുക്കിതിൻ്റെ കളർ കൊടുക്കാം. കളർ നമുക്ക് ഇവിടെ നമ്മൾ കളർ പാനലിൽ ഓൾറെഡി നമ്മൾ ആ കളർ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ കളർ പാനലിൽ കൊണ്ടുവരും. ഇവിടെ നമുക്ക് നേരെ ഈ ഒരു കോഡ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് നേരെ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ഒരു സംഭവങ്ങളൊന്ന് അലൈൻ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കണ്ടെയ്നറിൽ ഇവിടെ നമുക്ക് നേരെ പാഡിംഗ് ഒന്ന് മാറ്റാം. പാഡിംഗ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് നേരെ ഇതൊന്ന് സൈഡിലേക്ക് എത്തിക്കാം. ഇത് നമുക്കൊന്ന് സ്പേസ് ഇവിടെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ സ്പേസ് നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്പേസ് കറക്റ്റ് ആയതിനു ശേഷം നമുക്ക് ഇവിടെ ഈ ഒരു കണ്ടെയ്നറിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ടോപ്പിൽ പോയിട്ട് നമുക്ക് നേരെ ഇതൊന്ന് മുകളിലേക്ക് ഓക്കെ ഇവിടെ വരെ എത്തിച്ചാൽ മതി. ഇനി നമുക്ക് നേരെ ഈ ഒരു ബട്ടൺ നമുക്ക് നേരെ ഒന്ന് മൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിന് നേരം ഇവിടെ മാർജിനിൽ പോവാം. ഇവിടെ ലെഫ്റ്റിൽ ഒന്ന് നേരെ ഒന്ന് അടുപ്പിച്ച് കൊടുക്കുക. ഓക്കെ, ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമുക്ക് ഈ ബട്ടൺ എന്നിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഒരു സ്പേസ്. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടല്ലേ. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏകദേശം ഇതേപോലെ രൂപ. ഇനി നമുക്കിത് ഈ ബട്ടൺ ഒന്നും കൂടി ഒന്ന് സെറ്റാക്കാം. അതായത് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റാക്കാനുണ്ട്. ഓക്കെ, ഇവിടെ ടോപ്പിലേക്ക് ഒന്ന് കൊണ്ടുപോകാം. അതേപോലെ തന്നെ ഓക്കെ, ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്.
ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചില ഇ കൊമേഴ്സ് വെബ്സൈറ്റിലൊക്കെ നമ്മൾ ഇതുപോലെയൊന്നും അല്ല ചെയ്യുന്നുണ്ട്. അത് ഇ കൊമേഴ്സിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്ന എങ്ങനെയാണ് ഫ്രം സ്ക്രാച്ച് എങ്ങനെ ബിൽഡ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമുക്കിപ്പോൾ ഇ കൊമേഴ്സിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്കിപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതുപോലെയൊക്കെ വരും. ഓക്കെ, ഈ റിവ്യൂസ് ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഓഡിയൻസ് അപ്ലോഡ് ചെയ്യുന്ന ചേഞ്ച് ചെയ്യുന്ന ആഡ് ചെയ്യുന്ന അനുസരിച്ച് നമുക്കിവിടെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ വരും. ഓട്ടോമാറ്റിക്കലി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസൈനിങ് മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു ഇതിന് ബാക്ക് എൻഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. അപ്പോൾ അതിന് ഇനി കോഴ്സസ് വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് പബ്ലിഷ് ചെയ്യാം. നമ്മളിത് എഡിറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നേരെ ഇതുപോലെ ബാക്കി 3 നമുക്ക് ചെയ്യാം. അതിന് നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ ഓരോന്ന് ഉണ്ടാക്കി വെക്കണം എന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ചെയ്ത പോലെ നമ്മളിപ്പോൾ ഇതൊരെണ്ണം ചെയ്തില്ല. ഇനി നമുക്ക് നേരെ ഇവിടെ ഈ കണ്ടെയ്നറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ചെറിയ ബോക്സ് ഉണ്ടല്ലോ, ഈ ഒരു കണ്ടെയ്നറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഇവിടെ ഒരെണ്ണം വന്നു. ഇനി നമുക്ക് ഇതിൽ പിടിച്ചിട്ട് ഒരു 2 പ്രാവശ്യം കൂടി ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ്, ഇവിടെ ഒന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക, ഡ്യൂപ്ലിക്കേറ്റ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 4 ഓൾറെഡി. ഇനി നമുക്കിവിടെ 3 അഡീഷണൽ കണ്ടെയ്നേഴ്സ് ആവശ്യമില്ലാണ്ട് കിടക്കുന്നുണ്ട്. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ എഡിറ്റ് കണ്ടെയ്നറിൽ പോയിട്ട് നമുക്കിവിടെ ഡിലീറ്റ്. ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടം പോലെ എഡിറ്റ് ചെയ്യാം. ഇവിടെ ഈ ഹെഡിങ്, ടൈറ്റിൽ, റിവ്യൂ കാര്യങ്ങൾ ഇതൊക്കെ എഡിറ്റ് ചെയ്യാം. നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു സൈറ്റ് നോക്കിക്കോളൂ. ഇതിൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾ എഡിറ്റ് ചെയ്തോളൂ. ഇപ്പോൾ ഞാൻ തൽക്കാലം ഇതൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ ചെയ്തോളൂ. ഇനി നമുക്ക് അടുത്തത് ഇവിടെ വരുന്നത് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ അബൌട്ടസ് ആണ്. അപ്പോൾ നമുക്ക് അബൌട്ടസിൻ്റെ ആ ഒരു സെക്ഷൻ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ആദ്യം ഈ ഒരു ടൈറ്റിൽ ഇത് എടുക്കുക. ഓക്കെ, ഇനി ഇത് നമുക്കൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇത് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്പേസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ മാർജിനിൽ പോവാം. ഇവിടെ നേരെ ടോപ്പിൽ അത്യാവശ്യം ഈ ഒരു സ്പേസ് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കാം. അബൌട്ട് അസ്, വൈ വി ആർ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊഡക്ട്സിൽ പോയിട്ട് അബൌട്ട് അസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വൈ വി ആർ ദ ബെസ്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, നമ്മളവിടെ വൈ വി ആർ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഈ ഒരു സംഭവം സെക്ഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ പോയിട്ട് നമുക്ക് നേരെ ഒരു പുതിയൊരു ഇത് തുടങ്ങാം, ഫ്ലെക്സ് ബോക്സ് തുടങ്ങാം. ആൻഡ് ഇവിടെ നമുക്ക് 3 ഇവിടെ ഈ 3 ഉള്ളതില്ലേ 3 ബോക്സസ്, അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് എന്നിട്ട് ആസ് യൂഷ്വൽ നമുക്ക് വിഡ്ത്ത് 1362 ആക്കുക. ആൻഡ് ഇവിടെ ഈ കണ്ടെയ്നറിൽ നമുക്കിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാത്രം 50%, ഇവിടെ നമുക്ക് 25% കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ ഒരു കണ്ടെയ്നറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് വിഡ്ത്ത് ഉണ്ടായില്ല, ഇവിടെ 25 മാറ്റിയിട്ട് നമുക്കിവിടെ 50 ആക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഈ ഒരു അടുത്ത കണ്ടെയ്നറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 50 മാറ്റിയിട്ട് നമുക്ക് 25 ആക്കാം. നമുക്ക് തൽക്കാലം ഈ സ്ട്രക്ചർ ക്ലോസ് ചെയ്യാം. ആൻഡ് നമുക്കിവിടെ ഈ ഒരു കണ്ടെയ്നറിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി 25 ആണ്. അപ്പോൾ അത് കുഴപ്പമില്ല, അവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്കിവിടെ എന്താണ് വന്നിരിക്കുന്നത്, നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, പിന്നെ ഒരു കോൺടാക്ട് അസ് ബട്ടൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഇവിടെ പ്ലസ് ആഡ് എലിമെൻ്റ് എന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ടെക്സ്റ്റ് പോയിട്ട് ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് നേരെ ഇവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് എല്ലാം ഒന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്ക് സ്റ്റൈലിൽ എന്തെങ്കിലും ടൈപ്പോഗ്രഫി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഓക്കെ, ഒന്നുമില്ല. നമുക്ക് എന്നാലും ഇൻറ്റേഡ് ഒന്ന് കൊടുത്തു പോകാം, കാരണം ജസ്റ്റ് ഒന്ന് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ പോവാം. ഇവിടെ സ്റ്റൈലിൽ പോയിട്ട് നമുക്ക് ഇൻറ്റേഡ് എന്നാക്കി കൊടുക്കുക, ജസ്റ്റ് ഒരു കൺസിസ്റ്റൻസി വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിവിടെ 2 ഇമേജസ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ പ്ലസ്സിൽ ആഡ് എലമെൻറ്റിൽ പോയിട്ട് നമുക്ക് 2 ഇമേജസ് നമുക്കിവിടെ ഇപ്പോൾ ഇവിടെ 2 ഇമേജസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇമേജസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ചൂസ് ഇമേജിൽ പോവാം, അപ്ലോഡ് മീഡിയയിൽ പോവാം. നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഇമേജസിൻ്റെ ആ ഒരു സെക്ഷനിലോട്ട് പോവാം. എന്നിട്ട് നമുക്ക് ഈ ഇമേജ് എടുക്കുക, എന്നിട്ട് നേരെ ഇത് ഓപ്പൺ ചെയ്യാം. ഈ ഇമേജസ് ഒക്കെ നമുക്ക് പേട്രിയോണിൽ കിട്ടും. ആൻഡ് എന്നിട്ട് നമുക്ക് ഈ ഒരു ഇമേജ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ആദ്യം ഈ ഒരു ഇമേജ് ഒന്ന് സെറ്റപ്പ് ആക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റൈലിൽ പോവാം. ഇവിടെ ബോർഡർ റേഡിയസിൽ നമുക്കിവിടെ ബോർഡർ റേഡിയസ് എവിടെയാണ്, ഇവിടെ നമ്മൾ എത്ര കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ 90 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 90 തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ റൈറ്റ് 90, ലെഫ്റ്റ് 90. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ വിഡ്ത്ത് നോക്കാം. വിഡ്ത്ത് നമുക്കൊരു ഒരു 81 വേണ്ട, ഒരു 87 നമുക്ക് വിഡ്ത്ത് കൊടുക്കാം.
ഇനി ഇവിടെ നമുക്ക് നേരെ അതേപോലെ തന്നെ ഇമേജ് സെലക്ട് ചെയ്യാം. സെക്കൻഡ് ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ തന്നെ വിഡ്ത്ത് ഇവിടെ 87, ഇവിടെ നമുക്ക് ടോപ്പിൽ ബോർഡർ റേഡിയസ് അത് നമുക്ക് 0 ആക്കാം. എന്നിട്ട് ഇവിടെ 90. ഇനി നമുക്ക് ഇവിടെ എന്താണെന്ന് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പൊസിഷൻ നമുക്ക് ഇങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ പോവാം. ഇവിടെ ആദ്യം നമുക്ക് ഇത് ഒന്ന് ടോപ്പിലേക്ക് ആക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടെയ്നർ ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ ഇവിടെ മാർജിനിൽ പോവാം. ഇവിടെ മാർജിനിൽ ഇവിടെ ഒന്ന് ടോപ്പ് അല്ലെങ്കിൽ വേണം നമുക്ക് ഇത് രണ്ടും ഡ്രോപ്പ് ചെയ്യാം. കുറച്ച് ആക്ച്വലി നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാം. ഞാനിതിൽ വേറൊരു രീതിയിലായിരുന്നു ചെയ്തത്. നമുക്ക് ഇവിടെ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഈ മൊത്തം സെക്ഷനിൽ പോയിട്ട് നമുക്കിവിടെ അഡ്വാൻസ് മാർജിനിൽ പോവാം. ഇവിടെ കുറച്ചൊന്ന് ഡ്രോപ്പ് ചെയ്യാം. ആൻഡ് ദെൻ ഇവിടെ നമുക്ക് ഈ ഒരു കണ്ടെയ്നറിൽ പോവാം. ഇവിടെ ഒന്ന് മുകളിലേക്ക് ആക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നമുക്കൊന്ന് സെൻറ്ററിലേക്ക് ആക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കണ്ടെയ്നറിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടെയ്നറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ ഈ ഒരു ഓപ്ഷൻസ് വരുന്നുണ്ടോ. അപ്പോൾ ഇവിടെ സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കത് സെൻറ്ററിലേക്ക് ആക്കാൻ പറ്റും. ഇപ്പോൾ ഏകദേശം നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ബട്ടൺ കൂടി ആഡ് ചെയ്യാനുണ്ട്. ബട്ടൺ ഞാൻ മറന്നുപോയി. ഇപ്പോൾ ബട്ടൺ നമുക്ക് ജസ്റ്റ് ഒന്നുമില്ല, ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. നമുക്കിവിടെ സ്ട്രക്ചറുടെ ഹെൽപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഈ ബട്ടൺ കൊണ്ടുപോകാം. നമുക്കിത് ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഈ ഒരു ടെക്സ്റ്റ് എഡിറ്ററിലാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ട്. ഇത് നമുക്ക് നേരെ ഇവിടെ അപ്പോൾ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു ടെക്സ്റ്റ് എഡിറ്ററുടെ ഇവിടെ കറക്റ്റായിട്ട് അങ്ങോട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇതൊന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കാം. ഇവിടെ സ്റ്റൈലിൽ പോയിട്ട് നമുക്കിവിടെ ഇവിടെയാണ് ലെഫ്റ്റിലേക്ക് ആക്കേണ്ടത്. ഇനി നമുക്കിവിടെ എന്താ ചേഞ്ച് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇവിടെ കോൺടാക്റ്റസ് ആണ്. അപ്പോൾ നമുക്കിവിടെ കോൺടാക്റ്റസിൽ പോയിട്ട് ഇവിടെ നമുക്ക് കണ്ടന്റിൽ പോയിട്ട് ഇവിടെ എക്സ്പ്ലോർ പ്രൊഡക്ട്സ് മാറ്റിയിട്ട് നമുക്കിവിടെ ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്പ്ലോർ പ്രൊഡക്ട്സ് മാറ്റിയിട്ട് ഇവിടെ കോൺടാക്റ്റസ് ഉണ്ട്. ഇവിടെ നമുക്ക് നേരെ പ്ലെയിൻ ആണ് ഞാൻ ചൂസ് ചെയ്തത്. ഓക്കെ, ഇതാ പേപ്പർ പ്ലെയിൻ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജ് എടുത്ത് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കോൺടാക്റ്റസ് ആ ഒരു ബട്ടണായി. വേണമെങ്കിൽ ബട്ടൻ്റെ സൈസ് നമുക്ക് കുറയ്ക്കാം. നമുക്കിവിടെ വന്നിട്ട് ടൈപ്പോഗ്രഫി ആണെങ്കിൽ നമുക്കൊരു 20. അപ്പോൾ ഇതാണ് നമ്മുടെ അബൌട്ട് പേജ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ ആവശ്യത്തിന് അനുസരിച്ച് എഡിറ്റ് ചെയ്യാം നമുക്കിതിന്. നിങ്ങൾ ഇതുപോലെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇതുപോലെ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളായിട്ട് തന്നെ ചെയ്ത് പഠിക്കുന്നത്. ഞാനിത് ജസ്റ്റ് ഒന്ന് ബേസിക് കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളത് ചെയ്ത് പഠിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേട്രിയോണിൽ ചോദിക്കുകയും ചെയ്യാം. ഇനി നമുക്ക് നേരെ അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ടെസ്റ്റിമോണിയൽസ് ആണ്. ഓക്കെ, ഇവിടെ ടെസ്റ്റിമോണിയൽസ് ഉണ്ട്. നമുക്ക് ടെസ്റ്റിമോണിയൽസ് ഒന്ന് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നേരെ ഇതൊന്ന് ജസ്റ്റ് ആസ് യൂഷ്വൽ നമുക്കിവിടെ പോയിട്ട് നമുക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഓക്കെ, കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ കണ്ടെയ്നർ സ്ട്രക്ചറിൽ നോക്കിയാൽ മതി കേട്ടോ. അതിനാണ് ഈ സ്ട്രക്ചർ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നേരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് നേരെ ഡ്രാഗ് ചെയ്യുക, ഇവിടെ കൊണ്ടുവരും. ആൻഡ് ഇനി നമുക്ക് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെസ്റ്റിമോണിയൽസ് കൊണ്ടുവരും. അപ്പോൾ ആദ്യം നമുക്കിവിടെ ടെസ്റ്റിമോണിയൽ എന്ന് എഴുതാം. ഇവിടെ നമുക്കിത് വാട്ടർ ബയോസേസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്തോളൂ. ഞാൻ ചെയ്യുന്നില്ല. നമുക്ക് നേരെ ടെസ്റ്റിമോണിയൽസ് ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കിവിടെ നേരെ എന്നിട്ട് ഇപ്പോൾ ഇവിടെ ടെസ്റ്റിമോണിയൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ടെസ്റ്റിമോണിയൽ, കാരസോൾ ടെസ്റ്റിമോണിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വരുന്നുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോയൽ ആഡ് ഓൺസിൻ്റെ ടെസ്റ്റിമോണിയൽ കാരോസൽ. ഓക്കെ, അത് നേരെ ഇവിടെ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഏകദേശം സിമിലർ അല്ലേ, ഇതുപോലെ ഏകദേശം സിമിലറാണ് കണ്ടോ. അപ്പോൾ നമുക്ക് ഇനി നേരെ ഇവിടെ നമുക്ക് ഈ ഒരു ടെസ്റ്റിമോണിയൽ സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് 4 എണ്ണം ഓൾറെഡി തരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ 4 എണ്ണം ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇനി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പ്രോ വേർഷൻ എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഇത് ഈ ഒരു വേർഷൻ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ടെസ്റ്റിമോണിയൽ. ഇത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓതർ എന്നുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ ജോൺ ഡോ ആണ് ഇവിടെ ഓതർ. പിന്നെ ഇവിടെ ജോബ് ഉണ്ട്. ജോബ് സോണിയുടെ CEO ആണ് ജോൺ ഡോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇമേജസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ടൈറ്റിൽ അതായത് ഓസം തീം എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓസം ഞാനിവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, ഓസം കോഫി എന്നാണ്. ഇവിടെ എമിലി സോണി CEO എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ പാരഗ്രാഫ് അടുത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മാറ്റാൻ പറ്റും. ദിസ് ഇസ് ദ ബെസ്റ്റ് കോഫി എന്നോ അങ്ങനെ എന്തെങ്കിലും ഇത് കണ്ടില്ലേ, മാറി ഇത് കണ്ടില്ലേ. അപ്പോൾ ദിസ് ഇസ് ദ ബെസ്റ്റ് കോഫി എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി ഇവിടെ റേറ്റിംഗ് നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ റേറ്റിംഗ് ഇപ്പോൾ 4.5 എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് 2.5 ആക്കണമെങ്കിൽ ഓക്കെ, ഇത് കണ്ടില്ലേ 2.5 സ്റ്റാർ അടക്കം മാറി. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങളിത് എഡിറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആദ്യം നേരം നമുക്ക് ഇമേജസ് കൊടുക്കാം. ഇവിടെ അപ്ലോഡ് ഫയൽസ്, ഇതാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത് 4 ഇമേജസ്. അപ്പോൾ ഇത് 4 നേരെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഈ ഇമേജസ് ഒക്കെ പേട്രിയോണിൽ കിട്ടുന്നുണ്ടോ, ഞാൻ വെറുതെ പറയുന്നില്ല.
എന്നിട്ട് ഈ ഇമേജസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. നിങ്ങളിവിടെ സ്റ്റൈലിൽ പോവുക. ഇവിടെ സ്റ്റൈലിൽ ഇവിടെ ജനറൽ ആയിട്ടുള്ള പാഡിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ എന്താ വേണ്ടത് വെച്ചാൽ കണ്ടൻറ്റിൻ്റെ അവിടെ പോവാം. കണ്ടൻറ്റിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വേറെയും കുറേ അത്യാവശ്യം പാഡിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബോർഡർ റേഡിയസ് കൊടുത്തിട്ടുണ്ട്. ബോർഡർ റേഡിയസ് നമുക്ക് കുറച്ചും കൂടി ഒന്ന് കൂട്ടാം. ഒരു 35 പിടിക്കാം. 35 കുറച്ചും കൂടി കർവി ആയിട്ട് നല്ല വൃത്തിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടൈറ്റിലുണ്ട്. ടൈറ്റിൽ നമുക്കിവിടെ ടൈപ്പോഗ്രഫിയിൽ നമുക്ക് മാറ്റാം. ടൈറ്റിൽ നമുക്ക് ഇൻറ്റർ എന്ന് കൊടുക്കാം. ഇതാണ് ടൈറ്റിൽ കേട്ടോ. ഈ സ്റ്റാറിൻ്റെ മുകളിൽ കാണുന്നതാണ് ഇവർ ടൈറ്റിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കളർ വേണമെങ്കിൽ നമുക്ക് ഓക്കെ ഈ ഒരു കളർ സേഫാണ്, ഇത് യൂസ് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്കിത് വേണമെങ്കിൽ ബോൾഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു 500 മീഡിയം ആക്കാം. ഇനി നമുക്ക് ഇവിടെ അടുത്ത എന്താ വരുന്നത്, ഇവിടെ കണ്ടൻറ് ഉണ്ട്. കണ്ടൻറ്റിൻ്റെ ടൈപ്പോഗ്രഫി നമുക്ക് വേണമെങ്കിൽ ഇൻഡൻ്റ് ആക്കാം. ഇവിടെ കണ്ടൻറ്റ് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഡേറ്റ് വരുന്നുണ്ട്. ഈ ചെറിയ 7 days ago എന്ന് കാണിക്കുന്നില്ലേ, അതാണ് ഡേറ്റ്. അത് നമുക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് റേറ്റിങ്ങിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. പിന്നെ ഇവിടെ മെറ്റ വരുന്നുണ്ട്. മെറ്റയിൽ ക്ലിക്ക് ചെയ്ത് മെറ്റ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓതറിൻ്റെ ഈ ഒരു ഇമേജ് കാര്യങ്ങളല്ലേ, അത് നമുക്കവിടെ പൊസിഷൻ നമുക്കവിടെ വെച്ച് മാറ്റേണ്ട വെച്ചാൽ അങ്ങനെ ചെയ്യാം. അതായത് ഇവിടെ മെറ്റയുടെ പൊസിഷൻ നമുക്കിവിടെ ബോട്ടമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടോപ്പ് ആക്കണമെങ്കിൽ ഇവിടെ ടോപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ടോപ്പിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ബോർഡർ റേഡിയസ് എന്ന് കൊണ്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് എല്ലാം കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ ചെയ്ത പോലെ റൗണ്ട് ആക്കാൻ പറ്റും. നമുക്കിവിടെ പൊസിഷൻ ബോട്ടം തന്നെ ആക്കാം കേട്ടോ. ബോട്ടമാണ് എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി ഒരു ഇഷ്ടം തോന്നിയത്. അപ്പോൾ ഇതിങ്ങനെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരെ ഇവിടെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ആൻഡ് നമുക്ക് ഇനി ഇവിടെ നാവിഗേഷൻ ഉണ്ട്. നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ ഈ ആരോ കണ്ടില്ലേ, അതാണ് നാവിഗേഷൻ. നമുക്ക് നാവിഗേഷൻ്റെ ആ ഒരു ഇമേജ്, ആ ഒരു ഐക്കൺ നമുക്ക് മാറ്റാം. അതിനാദ്യം ഇവിടെ സെറ്റിങ്സിൽ വരിക. ഇവിടെ നാവിഗേഷൻ യെസ് ഷോ ഐക്കൺ ആംഗിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ആംഗിൾ പ്ലെയിൻ എന്ന് കൊടുക്കാം. ഇത് കുറച്ചും കൂടി നല്ല വൃത്തിക്ക് ഉണ്ട് ഐക്കൺ. ഇനി നമുക്കിവിടെ സ്റ്റൈലിൽ പോവാം. ഇവിടെ നാവിഗേഷൻ, ഇവിടെ ഐക്കണിൽ പോയിട്ട് നമുക്കിതിൻ്റെ കളർ നമുക്ക് ഈ ഒരു കളർ കൊടുക്കാം. നമ്മുടെ കളർ പിക്കറിൽ പോയിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഈ ഒരു കളറാണ് നമ്മളിവിടെ കൊടുക്കുന്നത്, കണ്ടല്ലേ. ഇനി നമുക്കിത് ഹവർ ചെയ്യുമ്പോൾ എപ്പോഴും കളർ മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹവറിങ്ങിൽ പോയിട്ട് ഈ ഒരു കളറിൽ ഇവിടെ പോയിട്ട് നമുക്ക് ഇവിടെ ബ്ലാക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ ബ്ലാക്ക് കൊടുക്കാം. അപ്പോൾ നേരെ ഇത് കണ്ട കളർ മാറിയതുണ്ട് ലൈറ്റായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. എനിക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്തെന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ ഇവിടെ പാജിനേഷൻ, എനിക്കിതെപ്പോഴും തരും. അപ്പോൾ പാഗിനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡോട്ടാണ്. ഓക്കെ, ഈ ഒരു ചെറിയ താഴെ 2 ഡോട്ട് കാണുന്നില്ലേ, അതാണ് പാഗിനേഷൻ. അപ്പോൾ പാഗിനേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ആക്റ്റീവ് ആകുമ്പോൾ നമുക്ക് നോർമൽ ആകുമ്പോൾ ഈ ഒരു കളർ മതി. ആക്റ്റീവ് ആകുമ്പോൾ നമുക്ക് കളർ മാറ്റിയിട്ട് നമ്മുടെ സ്ഥിരം കളർ കൊടുക്കാം. അത് ജസ്റ്റ് അറിയുക പോലും ഇല്ല, കുറേ പേർക്ക് നോട്ടീസ് പോലും ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, ജസ്റ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ടെസ്റ്റിമോണിയൽസ് ഒക്കെ എഡിറ്റ് ചെയ്യുക, ടെസ്റ്റിമോണിയൽ സെഷൻസ് ഉണ്ടാക്കാം. പിന്നെ ഇനി അടുത്തത് നമുക്ക് വരുന്നത് ഈ ഒരു സെക്ഷനാണ്, കോൺടാക്റ്റസിൻ്റെ സെക്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് നേരെ വീണ്ടും ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇതിൽ ടോപ്പിൽ പോവാം. ഇതല്ല, നമുക്ക് ഇവിടെ നിന്നാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് നേരെ ഇത് ഡ്രാഗ് ചെയ്ത്, അല്ലെങ്കിൽ ഇതിവിടെ തൽക്കാലം കിടക്കട്ടെ, നമുക്ക് ഈ ഒരു സംഭവം നേരെ അങ്ങനെ അങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഓക്കെ. ഇപ്പോൾ ഇവിടെ കണ്ടെയ്നർ ഇവിടെ നമ്മൾ താഴെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നമുക്കിവിടെ കോൺടാക്റ്റസ് ആണ്. അപ്പോൾ നമുക്ക് കോൺടാക്റ്റസ് എന്ന് കൊടുക്കാം. ഇവിടെ കോൺടാക്റ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈറ്റിലൊക്കെ നിങ്ങൾ തന്നെ മാറ്റിക്കോളൂ. ആൻഡ് നമുക്കിവിടെ ഇനി 2 സെക്ഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഓക്കെ ഇത് 2 ഇതാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ നേരെ വന്നിട്ട് ഇവിടെ ഒരു പ്ലസ്, ഇവിടെ ഒരു ഫ്ലെക്സ് ബോക്സ്, ഇവിടെ നമുക്ക് 2 സെക്ഷൻ ഉള്ളത് എടുക്കാം. ആൻഡ് ഇവിടെ നമുക്ക് നേരെ 1362 നമ്മുടെ മെയിനായിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ 40, ഇവിടെ നമുക്ക് വേണ്ടത് 60%. ഓക്കെ, ഇവിടെ നമുക്ക് 60% ആണ് വേണ്ടത്. ഇനി നമുക്ക് ഇവിടെ മെയിനായിട്ട് നമ്മുടെ സംഭവം ആക്കാം. അതായത് 2 ടെക്സ്റ്റ്, അതായത് ഇവിടെ ഈ ലെറ്റ്സ് കണക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിലും ഉണ്ട്, പിന്നെ ഇവിടെ ഈ ടെക്സ്റ്റും ഉണ്ട്. അപ്പോൾ ലെറ്റ്സ് കണക്ട് എന്നുള്ളത് ആദ്യം നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ലെറ്റ്സ് കണക്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് എഡിറ്റ് ചെയ്യാം. നമുക്കൊരു 34 ഓക്കെ 34 കറക്റ്റാണ്. അപ്പോൾ ഇവിടെ പ്ലേ ഫെയർ, ഇവിടെ നമുക്കൊരു 40 കൊടുക്കാം. ഓക്കെ 40 ഓക്കെ 40
ഇവിടെ ഒരു മീഡിയം കളറിൽ നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളർ കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ നേരെ വീണ്ടും ഒരു ടെക്സ്റ്റ് ഇതിൻ്റെ അടിയിൽ കൊടുക്കാം. അവിടെ നമുക്ക് ഈ ഒരു ഇവിടെ നമുക്ക് ഹൈറ്റ് നമുക്കിവിടെ മുകളിൽ സ്പേസിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ മാർജിനിൽ പോവാം. ഇവിടെ നേരെ ഇനി നമുക്ക് ഇവിടെയാണ് നമുക്ക് നമ്മളുടെ ഫ്ലുവൻറ്റ് ഫോംസ് കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഫ്ലുവൻറ്റ് ഫോം ഇനി കൊടുക്കാം. നമുക്കിവിടെ നേരെ പ്ലസ്സിലേക്ക് പോവാം. ഇവിടെ ഫ്ലുവൻറ്റ് നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫ്ലുവൻറ്റ് ഫോം ഉണ്ട്. നമുക്ക് ഈ സ്ട്രക്ചർ ആദ്യം ഒന്ന് കളയാം. എന്നിട്ട് നേരെ ഇവിടെ ഈ ഫ്ലുവൻറ്റ് ഫോം എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇവിടെ സെലക്ട് ഫ്ലുവൻറ്റ് ഫോം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കോൺടാക്ട് ഫോം ഡെമോ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇത് ഓൾറെഡി നമുക്ക് ഫ്ലുവൻറ്റ് ഫോം തരുമ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, നമുക്കിത് വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ നമുക്കിത് ക്രിയേറ്റ് ചെയ്യണ്ട. ഓക്കെ, നമുക്കത് ഇനി ഇവിടെ ലേബിൾസ് കാര്യങ്ങൾ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ലേബിൾസ് നമുക്ക് ആവശ്യമില്ല, നമ്മളത് കളഞ്ഞു. ഇനി നമുക്ക് ഇങ്ങനെ മാത്രം മതി. നമുക്കിവിടെ എറർ മെസ്സേജസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവിടെ മാക്സ് വിഡ്ത്ത് പറയുന്നുണ്ട്, അലൈൻമെൻറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്, ആൻഡ് ഇവിടെ മാർജിൻ്റെ കാര്യം പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങളിത് ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, ഓരോന്ന് എഡിറ്റ് ചെയ്ത് നോക്കിക്കോളൂ. ഇനി അടുത്ത ലേബിൾസ് നോക്കാം. ലേബിൾസിൻ്റെ ടെക്സ്റ്റ് കളർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ടൈപ്പോഗ്രഫി ഇൻറ്റർ ആക്കാം. ടൈപ്പോഗ്രഫി നമ്മൾ ഇൻറ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇൻപുട്ട് ടെക്സ്റ്റ് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോർമൽ ഉണ്ട്, ഫോക്കസ്ഡ് ഉണ്ട്. നമുക്ക് നോർമൽ നമുക്ക് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇതാണ്ടല്ലേ. അപ്പം ഞാൻ തൽക്കാലം ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്നും കൊടുക്കുന്നില്ല, അപ്പോൾ അങ്ങനെ വയ്ക്കാം. ഇനി നമുക്ക് ഇവിടെയാണ് ബോർഡർ റേഡിയസ് വരുന്നത്. ബോർഡർ റേഡിയസ് നമുക്ക് നേരെ ഒരു 30 and 30. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം ഒരു സിമ്പിളാണ്, അതൊരു സിഗ്നേച്ചറാണ് ഇതിൻ്റെ. ഇപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം കൊടുക്കുക 30 അല്ലെങ്കിൽ 40 കൊടുക്കാം. ഓക്കെ, 40 ആണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമുക്ക് നേരെ 40 കൊടുക്കാം. ഓക്കെ, 40 കൊടുത്തപ്പോൾ ഏകദേശം നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ. ഇനി നമുക്ക് ഇതേപോലെ ടെക്സ്റ്റ് ഇൻഡൻറ്റ് സാധനങ്ങൾ ഇൻപുട്ട് വിഡ്ത്ത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പാഡിങ് ഇതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോളൂ. പിന്നെ ഇവിടെ ടെക്സ്റ്റ് കളർ വരുന്നുണ്ട്. ടെക്സ്റ്റ് കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അതുകൊണ്ടല്ലേ ഇവിടെ ബ്ലൂ ഗ്രീൻ എല്ലാം നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ പക്ഷേ ടെക്സ്റ്റ് കളർ ഒരു ലൈറ്റായിട്ട് ഈ ഒരു സംഭവമാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാ കാര്യങ്ങളും ഇത് തരുന്നുണ്ട്. നമുക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനി ഇവിടെ സബ്മിറ്റ് ബട്ടണിലേക്ക് പോകാം. സബ്മിറ്റ് ബട്ടണിൽ നമുക്ക് ഇവിടെ ഈ ഒരു സബ്മിറ്റ് ബട്ടണിൻ്റെ കളർ നമുക്ക് ഈ ഒരു കളർ കൊടുക്കാം. ആൻഡ് സബ്മിറ്റ് ബട്ടണിൻ്റെ ബോർഡർ റേഡിയസ് നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ഒരു 30, എൻ്റെ ഇവിടെ ലെഫ്റ്റ് ഒരു 30. ഇപ്പോൾ നമ്മുടെ ഏകദേശം ഒരു യൂണീക്കായിട്ടുള്ള ഒരു സംഭവം വരുന്നുണ്ട്. ഓക്കെ, ഇത് കണ്ടില്ലേ. ഇവിടെ നമുക്ക് സ്പേസിങ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ തന്നെ ചെയ്തോളൂ. ഓക്കെ, ഇവിടെ നമ്മൾ ഗ്യാപ്പിൽ സ്പേസിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ നമുക്ക് കണ്ടുപിടിച്ചോളൂ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഈ ഒരു കണ്ടെയ്നറിൽ പോവാം. ഈ ഒരു കണ്ടെയ്നറിൽ നമുക്കിതൊന്ന് സെൻറ്ററിലേക്ക് ആക്കാം. നമുക്കിതിപ്പോൾ സെൻറ്ററിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കോണ്ടാക്ട്സ്. ഇനി നമുക്ക് അടുത്തത് മെയിനായിട്ട് വരുന്നത് ഫുട്ടറും പിന്നെ ഈ മെനു ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം നമുക്ക് മെനു ഉണ്ടാക്കാം, മെയിൻ മെനു ഉണ്ടാക്കാം. മെയിൻ മെനു ഉണ്ടാക്കുന്നതിന് സമയം നമുക്ക് ആദ്യം ഈ ഒരു മെനു ഉണ്ടാക്കാം. ഈ ഒരു ഹോം, പ്രോഡക്ട്സ്, അബൌട്ടസ്, ടെസ്റ്റിമോണിയൽസ്, കോൺടാക്ട്സ്. നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കണം നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഇവിടെ പേജസിൽ പോകാം. നമുക്കിവിടെ ഓൾറെഡി ഒരു ഹോം മെനു നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ അപ്പിയറൻസിൽ പോയിട്ട് ഇവിടെ മെനൂസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മെനൂസിൽ ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലിവിടെ ആദ്യം ഒരു പേര് കൊടുക്കാം. അപ്പോൾ നമുക്ക് മെയിൻ മെനു എന്നുള്ള പേര് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് മെനു എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഈ ഒരു മെയിൻ സംഭവമില്ലേ ഹോം പേജ് നമുക്ക് ആഡ് ടു മെനു എന്ന് കൊടുക്കാം. ഇനി നമുക്കിവിടെ കസ്റ്റം ലിങ്ക്സ് വരുന്നുണ്ട്. കസ്റ്റം ലിങ്ക്സിൻ്റെ അവിടെ പോയിട്ട് നമുക്കിവിടെ എന്തൊക്കെയാണ് വരുന്നത്, പ്രോഡക്ട്സ്, അബൌട്ടസ്, പിന്നെ ടെസ്റ്റിമോണിയൽസ്, കോൺടാക്ട്സ്. അപ്പോൾ നമുക്ക് ആദ്യം പ്രോഡക്ട്സ് കൊടുക്കാം. അപ്പോൾ പ്രോഡക്ട്സ് എന്ന് ഇവിടെ ലിങ്ക് ടെക്സ്റ്റിൽ കൊടുക്കാം. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്താ പറയുക, നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതിൽ, ഈ ഒരു വെബ്സൈറ്റിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പോകണം. ഈ ഒരു പ്രൊഡക്ട്സിലേക്ക് അങ്ങനെ പോകണം. അല്ലെങ്കിൽ ഇപ്പോൾ ടെസ്റ്റിമോണിയൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ടെസ്റ്റിമോണിയൽസ് എന്നുള്ള സെക്ഷനിലേക്ക് പോകണം. അതെങ്ങനെ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇവിടെ നമ്മൾ മെനൂസിൽ പോയിട്ട് ഇവിടെ പ്രൊഡക്ട്സ് എന്ന് നമ്മൾ ലിങ്ക് ടെക്സ്റ്റ് ചെയ്തില്ലേ. ഇനി ഇവിടെ URL നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ URL
#, കൊടുക്കുക, എന്നിട്ട് പ്രോഡക്ട്സ് എന്നുകൊണ്ട് അങ്ങനെയും അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ലിങ്ക്. ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് കൊടുത്തിട്ട് ആഡ് ടു മെനു എന്ന് കൊടുക്കുക. ആൻഡ് ഇവിടെ ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തത് എന്താ വരുന്നത്, നിങ്ങൾക്ക് അടുത്തത് അബൌട്ടസ് ആണ് വരുന്നത്. അപ്പോൾ അബൌട്ടസ് അതേപോലെ തന്നെ കൊടുക്കുക. അബൌട്ടസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ #, സ്പേസ് ഒന്നും ഇടാൻ പാടില്ല കേട്ടോ. ഇവിടെ URL വരുമ്പോൾ സ്പേസ് ഒന്നും ഇടാൻ പാടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഇടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം കൊടുത്തോളൂ, പക്ഷേ സ്പേസ് ആയിട്ട് അങ്ങനെ ഇടാൻ പാടില്ല. ഓക്കെ, എന്നിട്ട് ഇവിടെ ആഡ് ടു മെനു കൊടുക്കുക. ഇനി അതേപോലെ തന്നെ ഇനി അടുത്ത് എന്താണ് വരുന്നത്, ടെസ്റ്റിമോണിയൽസ്. അപ്പോൾ ടെസ്റ്റിമോണിയൽസ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇവിടെ ടെസ്റ്റിമോണിയൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ #, ഇനി അത് ആഡ് ടു മെനു കൊടുക്കുക. ഇനി അടുത്ത് എന്താണ് ഇവിടെ വരുന്നത്, ഇവിടെ കോൺടാക്റ്റസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോൺടാക്റ്റസ് അതേപോലെ തന്നെ കൊടുക്കാം. അപ്പോൾ ഇവിടെ കോൺടാക്റ്റസ് എന്ന് കൊടുത്തിട്ട് ഇവിടെ #, ആഡ് ടു മെനു. ഓക്കെ, അപ്പോൾ നമ്മുടെ മെനു ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി ഇവിടെ സേവ് മെനു എന്ന് കൊടുക്കുക. ഓക്കെ, സേവ് മെനു എന്ന് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ മെനു സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അസൈൻ ചെയ്യാം. ഓക്കെ, അസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് സെക്ഷൻ. അപ്പോൾ ഇവിടെ ഈ ഒരു സെക്ഷനിലല്ലേ, ഇതിൽ ഈ ഒരു കണ്ടെയ്നറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അഡ്വാൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ CSS ID എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് പ്രോഡക്ട്സ് എന്നാണ് അവിടെ. അപ്പോൾ പ്രോഡക്ട്സ് #, എന്ന് എന്താണ്, പ്രോഡക്റ്റ് എന്നാണോ പ്രോഡക്ട്സ് എന്നാണോ എന്താണ് നിങ്ങളവിടെ കൊടുത്ത്, ആ #, എന്താണ് നിങ്ങൾ കൊടുത്തത് ആ #, ആണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്കിവിടെ അബൌട്ടസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ CSS ID അബൌട്ട് അസ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇവിടെ ടെസ്റ്റിമോണിയൽസ്, ഇവിടെ അഡ്വാൻസ്ഡ് CSS ID. ഓക്കെ, ടെസ്റ്റിമോണിയൽസ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇവിടെ കോൺടാക്റ്റസ്. അപ്പോൾ കോൺടാക്റ്റസിന് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ടെക്സ്റ്റ് എഡിറ്ററിലാണെങ്കിൽ അതിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ CSS ID. ഇങ്ങനെയാണ് നമ്മളത് കൊടുക്കേണ്ടത്. ഇനി നമുക്കത് സേവ് ചെയ്യാം. ഇവിടെ സേവ് ചെയ്തിട്ട് നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി മെനു ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇതേപോലത്തെ ഒരു മെനു നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ലോഗോ ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, എല്ലാം ഉണ്ട്, അങ്ങനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ UAE എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിൽ പോയിട്ട് അതിലൊന്ന് ഹവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഹെഡേഴ്സ് ആൻഡ് ഫോട്ടോസ് ആണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഹെഡേഴ്സ് ആൻഡ് ഫോട്ടോസിൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒന്നും ഉണ്ടാവില്ല നോർമലി. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ആഡ് ന്യൂ എന്ന് കൊടുക്കുക. ഇവിടെ എന്നിട്ട് മെയിൻ മെനു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് എഡിറ്റ് വിത്ത് എലമെൻ്റ് എന്ന് കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെയാണ് മെയിൻ മെനു ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പ്ലസ് കൊടുക്കുക, ഇവിടെ ഫ്ലെക്സ് ബോക്സ് കൊടുക്കുക. ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ 3 ഉള്ള, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ബോക്സ്ഡ് വേണം, ഫുൾ വെഡ്ത്ത് വേണം. നമുക്ക് ഇവിടെ 1362 എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നേരെ നമുക്ക് ഈ ഒരു നമുക്ക് ഈ സ്പേസിങ് കാര്യങ്ങൾ, അതായത് നമുക്ക് ആദ്യം നമുക്ക് ഇവിടെ ഇമേജ് കൊടുക്കാം. ആദ്യം നമുക്കിവിടെ ഇമേജ് ലോഗോന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ നേരെ ഇവിടെ വീണ്ടും പ്ലസ്സിൽ പോയിട്ട് ഇവിടെ മെനു എന്ന് പറഞ്ഞിട്ടൊന്ന് ടൈപ്പ് ചെയ്യാം. മെനു എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ മെന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, കണ്ടില്ലേ, ഇവിടെ ഇഷ്ടംപോലെ മെനു ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നാവിഗേഷൻ മെനു എന്ന് പറഞ്ഞിട്ട് ഇവിടെ റോയൽ ആഡോൺസിന് ഉണ്ടാവും. അപ്പോൾ അതിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മെനു ഉണ്ടാവും. അപ്പോൾ മെനുവിൽ പോയിട്ട് ഇവിടെ സെൻറ്റർ ആക്കാം. ഇവിടെ എന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഒക്കെ വരും. നമുക്കതൊക്കെ ചേഞ്ച് ചെയ്യാം. മെനു ഐറ്റംസിൽ പോവാം. ഇവിടെ അണ്ടർലൈൻ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഡബിൾ ലൈൻ കൊടുക്കുക. അതുകൊണ്ടല്ലേ ഇവിടെ എന്നിട്ട് ഫെയ്ഡ് എന്നുള്ള ഹവർ അനിമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലതൊക്കെ പ്രോയിലാണ് കിട്ടുള്ളൂ. ഇനി നമുക്കിവിടെ മൊബൈൽ മെനുവിൻ്റെ കാര്യം വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് സ്റ്റൈലിൻ്റെ കാര്യം വരുന്നുണ്ട്. സ്റ്റൈലിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെനുവിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാം. ആൻഡ് ഞാൻ പ്രിറ്റി സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു മെനുവിൽ. ഇപ്പം ഞാൻ അവിടെ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ പോയിൻ്റർ കാരണം സബ് മെനു, മൊബൈൽ മെനു, അങ്ങനെ കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കത് നോക്കണ്ട, നമുക്കിത് കറക്റ്റായിട്ട് മതി. ഈ ഒരു സംഭവം മതി. ആൻഡ് നമുക്ക് ആകെ ചേഞ്ച് ചെയ്യേണ്ടത് നമുക്കിവിടെ കളറാണ്, ടെക്സ്റ്റ് കളർ ഇവിടെ വരുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്കിവിടെ ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ പ്രൈമറി കളർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്കത് നേരെ അങ്ങോട്ട് കോപ്പി ചെയ്യാം. ഇവിടെ വരിക, പേസ്റ്റ് ചെയ്യുക. ആൻഡ് അതേപോലെ തന്നെയാണ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സെയിം കളറാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്കിവിടെ ഇമേജ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ ചൂസ് ഇമേജ് കൊടുക്കുക. ഇവിടെ നമുക്ക് അപ്ലോഡ് കൊടുക്കാം. ഇവിടെ നമുക്ക് ലോഗോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ 2 ഇമേജസ് ആണ് നമ്മൾ ലോഗോന് യൂസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഫുട്ടറിനും ഒന്ന് മെയിൻ മെനുവിനും. അപ്പോൾ നമുക്ക് മെയിൻ മെനുവിന് ഈ ഒരു ലോഗോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലോഗോ എടുത്തിട്ട് ഇവിടെ സെലക്ട് എന്ന് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ വിഡ്ത്ത് കുറച്ചൊന്ന് ചേഞ്ച് ചെയ്യാം. വിഡ്ത്ത് നമുക്ക് ഏകദേശം ഈ ഒരു സൈസ് വയ്ക്കാം. വിഡ്ത്ത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കാം. ഓക്കെ, ഈ ഒരു സൈസ് മതി.
ഇനി നമുക്ക് ഇവിടെയാണ് നമുക്ക് സോഷ്യൽ മീഡിയ ഐക്കൺസ് വേണ്ടത്. അപ്പോൾ സോഷ്യൽ മീഡിയ ഐക്കൺസിൻ്റെ അവിടെ ഇവിടെ സോഷ്യൽ ഐക്കോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാം. ഇത് നമുക്ക് വേറെ പുതിയ ഐറ്റംസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ വേർഡ് പ്രസ് ആണ്. നമുക്ക് വേർഡ് പ്രസ്സിന് പകരം നമുക്ക് ലെറ്റ്സ് സേ വാട്സാപ്പ് കൊടുക്കാം. ഇവിടെ നമുക്ക് വേറെ എണ്ണം കൂടെ ആഡ് ചെയ്യാം. നമുക്കിവിടെ ടെലിഗ്രാം വേണമെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. നമുക്കിവിടെ ട്വിറ്ററൊക്കെ കഴിഞ്ഞ കാലം കുറേ. അപ്പോൾ നമുക്കിവിടെ എക്സ് ആഡ് ചെയ്യാം. എക്സ് ഇവിടെ കാണുന്നില്ലല്ലോ. ഓക്കെ, എക്സ് ഉണ്ട്, എക്സ് ട്വിറ്റർ ഉണ്ട്. ഓക്കെ, ഇപ്പം നമുക്കിത് മൊത്തം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് എഡിറ്റ് ചെയ്യാം. ഇവിടെ ഒഫീഷ്യൽ കളർ വേണോ അല്ലെങ്കിൽ കസ്റ്റം കളർ വേണോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഒഫീഷ്യൽ കളർ തന്നെ കൊടുക്കാം. ഇനി നമുക്ക് സൈസിങ്ങിൻ്റെ കാര്യം, സൈസിങ് ഒന്ന് നിങ്ങൾക്ക് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, വലുതാക്കണമെങ്കിൽ വലുതാക്കാം. എനിക്കൊരു 18 ഓക്കെയാണ്. ഇനി നമുക്കത് ബോർഡർ റേഡിയസ് നമുക്ക് എല്ലാം ഒന്ന് സർക്കിളാക്കാം. ഇനി നമുക്കവിടെ ടോപ്പിലൊന്ന് എല്ലാം ഒന്ന് സെൻറ്ററിലൊക്കെ ആക്കാം. ഇതും അതേപോലെ തന്നെ ഒന്ന് അലൈൻ ചെയ്യിപ്പിക്കാം. മാർജിൻ ഇവിടെ ഏകദേശം ഇവിടെ നമുക്ക് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നോക്കാം. ഓക്കെ, എങ്ങനെയുണ്ട് നോക്കി, ഇറ്റ്സ് ലുക്കിംഗ് ഗുഡ്. അപ്പോൾ നമുക്ക് ഇത് നേരെ ഇവിടെ പബ്ലിഷ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ സോഷ്യൽ മീഡിയേൻ്റെ ലിങ്ക്സ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ലിങ്ക് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഓപ്ഷനിലാണ് നിങ്ങൾ ലിങ്ക് കൊടുക്കേണ്ടത്. ഓക്കെ, ആ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് നിങ്ങൾ കൊണ്ടുപോകും. ഓക്കെ, ആര് ക്ലിക്ക് ചെയ്താലും. അപ്പോൾ നിങ്ങളത് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ഏതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് യൂട്യൂബ് കൊടുക്കാം, എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ആൻഡ് വൺസ് ഇത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടെ ബാക്ക് ടു വേർഡ് പ്രസ് പോവാം. ആൻഡ് എന്നിട്ട് നമുക്കിവിടെ ഹെഡർ ആൻഡ് ഫുട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ മെയിൻ മെനു ആണ്. ഇനി നമുക്ക് ഫുട്ടർ ക്രിയേറ്റ് ചെയ്യാം. ഫുട്ടർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ന്യൂ കൊടുക്കുക. ഇവിടെ ഫുട്ടർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ എഡിറ്റ് വിത്ത് എലമെൻ്റ് എന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മെയിൻ മെനു ചെയ്തതിൻ്റെ സെയിം പരിപാടി തന്നെയാണ് ഫുട്ടറിനും. പക്ഷേ നമുക്ക് ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഫുട്ടറുടെ കാര്യത്തിൽ. അപ്പോൾ നമുക്ക് ഫുട്ടറിന് എങ്ങനെയാണ് ഇതുപോലെ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കളർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ ഇവിടെ വന്നിട്ട് നമുക്ക് ഫ്ലെക്സ് ബോക്സ് ഇവിടെ നമുക്ക് എത്രയാണ് വരുന്നത്, 3 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ചൂസ് ചെയ്യാം. ഓക്കെ, ഇത് ചൂസ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഓക്കെ ഇവിടെ നമുക്ക് ഇതൊരു 40 കൊടുക്കാം, ഇതൊരു 30, ഇതൊരു 30 കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ഇത് സെലക്ട് ചെയ്തിട്ട് ആദ്യം നമ്മുടെ റെഗുലർ റേഷ്യോ കൊടുക്കാം. ഇത് നമുക്ക് ബോക്സിൽ മാറ്റിയിട്ട് ഫുൾ വിഡ്ത്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇത് ഫുൾ വിഡ്ത്ത് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. പിന്നെ ഇവിടെ നമ്മുടെ ആസ് യൂഷ്വൽ 1362 നമ്മുടെ മെയിൻ വിഡ്ത്തിൻ്റെ ലെങ്ത്ത് 62 ആണ്. സോറി. ഇനി നമുക്ക് ഇവിടെ നേരെ ഇവിടെ 40, ഇവിടെ ഒരു 30, ഈ ഒരു കണ്ടെയ്നർ 30, ആ ഒരു കണ്ടെയ്നർ 30. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു കണ്ടെയ്നറിൽ എന്താണ് ആഡ് ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ നമ്മുടെ ലോഗോ ഉണ്ട്, പിന്നെ കുറച്ച് സെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് ആഡ് ചെയ്യാം. നമുക്ക് ആദ്യം ഇവിടെ ഇമേജ് ആണ് വേണ്ടത്. അപ്പോൾ ഇമേജ് ഇവിടെ നമുക്ക് നേരെ കൊണ്ടുവന്നിട്ട് എന്നിട്ട് നമുക്ക് ഇവിടെ ചൂസ് ഇമേജിൻ്റെ അവിടെ നമുക്ക് ഇമേജ് ചൂസ് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ നേരത്തെ കളർ എടുത്തിട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അതിന് ആദ്യം ഇവിടെ ഈ ഒരു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. എന്നിട്ട് നേരെ നമുക്ക് ഇവിടെ സ്റ്റൈലിൽ ഉണ്ടാവും. സ്റ്റൈലിൽ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് ക്ലാസിക് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇതിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറി, കണ്ടില്ലേ. ഇനി നമുക്ക് ഈ ഒരു ലോഗോൻ്റെ വിഡ്ത്ത് നമുക്കൊന്ന് സോർട്ട് ചെയ്യാം. നമുക്കിത് ഏകദേശം ഈ ഒരു സൈസ് മതി. ആൻഡ് ഇത് ലെഫ്റ്റ് സൈഡാണ് നമുക്ക് വേണ്ടത്. ആൻഡ് ഇനി നമുക്കിവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇതിൻ്റെ അടിയിൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഒരു ടെക്സ്റ്റാണ് നമുക്ക് അത് തൽക്കാലം ഇങ്ങനെ ഇരുന്നോട്ടെ. നമുക്ക് ഈ ഒരു തന്നിട്ടുള്ള ടെക്സ്റ്റ് തന്നെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. നമുക്കിവിടെ കളർ മാറ്റാം. ഇവിടെ നമുക്കൊരു 20 കൊടുക്കാം. ആൻഡ് ഇവിടെ നമുക്ക് പാഡിങ് ഒന്ന് സെറ്റാക്കാം. പാഡിങ് നമുക്ക് ലെഫ്റ്റ് സൈഡ് ഒരു ലെഫ്റ്റ് അല്ല, എനിക്ക് ലെഫ്റ്റ് ഉണ്ടായിട്ടും ഇടയ്ക്കിടയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, കാര്യമില്ല. അപ്പോൾ നമുക്കിവിടെ ഒന്ന് ചെറുതായിട്ട് ഓക്കെ, ഇത് പെർഫെക്റ്റ് ആണ്. ഇനി നമുക്ക് ഇവിടെ താഴെ അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കാം. ഇത് പെർഫെക്റ്റ് ആണ്, 214 പെർഫെക്റ്റ് ആണ്. ആൻഡ് ഇവിടെ നമുക്ക് ഹലോ കൊച്ചി ഒരു ഇതുണ്ട്. അപ്പോൾ നമുക്കത് വീണ്ടും ഒരു ടെക്സ്റ്റ് എഡിറ്റർ അല്ലെങ്കിൽ ഇത് തന്നെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഇമെയിൽ ഹലോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അത്യാവശ്യം ലൈൻ ഹൈറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ലൈൻ ഹൈറ്റ് ഒന്ന് സെറ്റാക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നേരെ ഇവിടെ പോയിട്ട് ടൈപ്പോഗ്രഫി ലൈൻ ഹൈറ്റ് നമുക്ക് ഏകദേശം ഇത്ര. ഓക്കെ, ഇത് മതി.
ഇനി നമുക്ക് ഇവിടെ നമുക്ക് മെനു ആണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ക്വിക്ക് ലിങ്ക്സ്, ഇവിടെ സോഷ്യൽ മീഡിയ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതേപോലത്തെ ഒരു ടെക്സ്റ്റ് എഡിറ്റർ നമുക്കൊന്ന് അവിടെ ആഡ് ചെയ്യാം. ഇവിടെ ടെക്സ്റ്റ്, ഇവിടെ ക്വിക്ക് ലിങ്ക്സ്. ഓക്കെ, ഇവിടെ നമ്മൾ ക്വിക്ക് ലിങ്ക്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്തോട്ടെ. ഇവിടെ നമുക്ക് 600, ഇവിടെ നമുക്ക് ഒരു 64 വേണ്ട, കുറച്ച് കൂടുതലാണ്, 34. ഓക്കെ, 34 ഫൈൻ. ഇനി നമുക്കിതിൻ്റെ കളറൊന്ന് മാറ്റാം. കളർ നമുക്കൊന്ന് വൈറ്റ്. ഓക്കെ, വൈറ്റ് നന്നായിട്ടുണ്ട്. ഇനി നമുക്കിത് കോപ്പി ചെയ്യാം. ഇവിടെ നമുക്ക് പോയിട്ട് പേസ്റ്റ് ചെയ്യാം. അവിടെ നമ്മൾ ക്വിക്ക് ലിങ്ക്സ് അല്ല, സോഷ്യൽ മീഡിയസിന് വേണ്ടിയിട്ടാണ്. നമുക്കതൊന്ന് ചെയ്യാം. നമുക്ക് ആദ്യം ഇവിടെ പോയിട്ട് നമുക്കിതിൻ്റെ പാഡിങ് ഒന്ന് മാറ്റാം. അതായത് ഇവിടെ നോക്കിക്കുക, ഇവിടെ മുകളിൽ അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പോൾ നമുക്ക് അതുപോലെ കൊടുക്കാം. ഓക്കെ, അവിടെ പാഡിങ്ങിൽ പോയിട്ട് നമുക്ക് 0 ആക്കിയിട്ട് നമുക്ക് നേരെ ടോപ്പ് ഒരു 55, ബോട്ടം ഒരു എത്ര മതി. ഇനി ഇവിടെ ക്വിക്ക് ലിങ്ക്സ് ആൻഡ് ഇവിടെ നമുക്ക് പ്ലസ്സിൽ പോയിട്ട് നമുക്കിവിടെ ഒരു മെനു ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് മെനു ഇപ്പോൾ ഇവിടെ കുറേ മെനൂസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയോ മെനു കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെനു എടുത്തിട്ട് അതായത് നാവിഗേഷൻ മെനു എടുത്ത് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു മെനു ആണ് എടുത്ത് കൊടുക്കാൻ. ഇവിടെ നമ്മൾ എന്തിനാണ് ഈ ഒരു മെനു കൊടുത്തത്? നമ്മൾ വേറെ മെനു ആയിരുന്നു നേരത്തെ കൊടുത്തിരുന്നത്. പക്ഷേ എന്തിനാണ് ഈ മെനു കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കൊടുത്ത മെനു നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്. ഇവിടെ ഹൊറിസോണ്ടലായിട്ടല്ല, നമുക്ക് വെർട്ടിക്കലായിട്ടാണ് വേണ്ടത്. മറ്റേ മെനുവിന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ട് മാത്രമേ കിട്ടുള്ളൂ. വെർട്ടിക്കൽ ആക്കണമെങ്കിൽ അഡീഷണൽ പൈസ പ്രോ പ്ലാൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മെനു എടുത്തത്. ആൻഡ് ഇവിടെ നമുക്ക് പോയിട്ട് ഇവിടെ നമുക്ക് ലേ ഔട്ട് ഉണ്ട്. ലേ ഔട്ടിൽ നമുക്കിവിടെ നമുക്കിത് ഹൊറിസോണ്ടലിൽ നിന്ന് മാറ്റിയിട്ട് വെർട്ടിക്കലാക്കാം. ഇപ്പോൾ ഇത് വെർട്ടിക്കലാക്കിയപ്പോൾ ഇപ്പോൾ ഇത് ഡൗൺ ആയിട്ട് നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അഡ്വാൻസ്ഡ് പോയിട്ട് പാഡിങ് ഒന്ന് ക്ലിയർ ചെയ്യാം. ഇനി നമുക്കിവിടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഓക്കെ, മെനു ട്രിഗർ, ഐക്കൺ സൈസ്, ബോർഡർ വിഡ്ത്ത്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, നമുക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ഹൊറിസോണ്ടൽ പാഡിങ് ആണ് വേണ്ടത്. നമുക്കത് തൽക്കാലം ഇവിടെ കൊണ്ടുവയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ കളറാണ് മാറ്റേണ്ടത്. കളർ നമുക്ക് ടെക്സ്റ്റ് കളർ വൈറ്റ് ആണ് ആക്കേണ്ടത്. ആൻഡ് ഇവിടെ വെർട്ടിക്കൽ പാഡിങ് നമുക്ക് അത്യാവശ്യം ഓക്കെ, ഇത് മതി. ഇനി ഇവിടെ നമ്മുടെ മാർജിനിൽ നമുക്കൊന്ന് ഇവിടെ ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഓക്കെ ഇത് പെർഫെക്റ്റ് ആണ്. ഇനി നമുക്ക് ഇവിടെ നമുക്കിതിൻ്റെ സ്റ്റൈല് ഒന്ന് മാറ്റാം. നമുക്കൊന്ന് ടൈപ്പോഗ്രഫിയിൽ പോയിട്ട് ഇതിൻ്റെ സൈസ് ഒന്ന് മാറ്റാം. അതായത് ഇൻറ്റർ ആക്കിയിട്ട് ഇവിടെ 24 ഉണ്ട്, 20 മതി. ഇനി നമുക്ക് ഇതിൻ്റെ ഹവർ ചെയ്യുമ്പോൾ ഉള്ള കളർ നമുക്ക് മാറ്റാം. ഹവർ ചെയ്യുമ്പോഴും ആക്റ്റീവ് ആകുമ്പോൾ പ്രശ്നമില്ല. ഹവർ ചെയ്യുമ്പോൾ ഉള്ള കളർ നമുക്ക് നമ്മുടെ കളർ ചൂസ് ചെയ്യാം. നമ്മുടെ കളർ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കളർ. ഈ ഒരു മറൂൺ കളറാണ് നമ്മളുടെ. അപ്പോൾ നമുക്ക് കളറൊന്ന് പിക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ആ കളറൊന്ന് പിക്ക് ചെയ്തിട്ട് നേരെ ഇവിടെ ഫുട്ടറിൽ വന്നിട്ട് നമുക്ക് നേരെ ഇവിടെ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ കളർ മാറി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ മെനു നമുക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ക്വിക്ക് ലിങ്ക്സിൽ പോയിട്ട് നമുക്ക് ഇത് ക്വിക്ക് ലിങ്ക്സ് അല്ല വേണ്ടത്, നമുക്കിവിടെ സോഷ്യൽ മീഡിയസ് ആണ് വേണ്ടത്. അപ്പോൾ സോഷ്യൽ മീഡിയസിലാണ് നമുക്കിവിടെ പോയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നമുക്ക് ഏകദേശം ഒന്നുമില്ല, സോഷ്യൽ ഐക്കൺസ് മാത്രമേ ആഡ് ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നടത്തിയത് പോലെ മെയിൻ മെനുവിൽ ആഡ് ചെയ്ത പോലെ സോഷ്യൽ ഐക്കൺസ് ഉണ്ട്. അത് നമുക്ക് നേരെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ നേരെ കൊണ്ടുവരിക. ആൻഡ് ഇവിടെ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ ടെലിഗ്രാം ആണെങ്കിൽ അത് ആഡ് ചെയ്യാം. നമുക്കിവിടെ ലെറ്റ്സ് സേ യൂട്യൂബ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, സ്പോട്ടിഫൈ ആഡ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് സൈഡിലേക്ക് കൊണ്ടുവരാം. എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ആദ്യം നമുക്കിവിടെ ഷേപ്പ് നമുക്ക് സർക്കിളാണ് വേണ്ടത്. അലൈൻമെൻറ്റ് ഇവിടെ ഓക്കെ, കോളംസ് ഓട്ടോ നമുക്കിവിടെ സൈസ് ഒന്ന് ചെറുതാക്കാം. ഓക്കെ, സൈസ് ഓക്കെ, ഇത്ര മതി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളിത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പം നമുക്കിതും പബ്ലിഷ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇത് നേരെ ഇവിടെ എക്സിറ്റ് ടു വേർഡ്പ്രസ് എന്ന് കൊടുക്കാം. ആൻഡ് ഇവിടെ നമുക്ക് ഹെഡർ ആൻഡ് ഫുട്ടറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫുട്ടറുമായി, ഇവിടെ നമുക്ക് ഹെഡറുമായി, മെയിൻ മെനുവായി. ഇനി നമുക്ക് ഇവിടെ ഈ മെയിൻ മെനുവിൻ്റെ ഈ ഒരു ഷോർട്ട് കോഡില്ലേ, ഈ ഷോർട്ട് കോഡ് എടുത്ത് നമുക്ക് കോപ്പി ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടേക്ക് വന്നിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു പേജിലേക്ക് വരിക, ഈ ഒരു മെയിൻ ഹോം പേജിലേക്ക് വരിക. ഇവിടെ വന്നിട്ട് നേരെ ഇത് ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇവിടെ നമുക്ക് ഈ ഒരു പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഫ്ലെക്സ് ബോക്സ് എടുക്കുക.
ഇവിടെ നമുക്ക് ഇവിടെ നോർമൽ ഫ്ലെക്സ് ബോക്സ് എടുക്കുക ആൻഡ് ഇവിടെ നമുക്കിത് ഫുൾ വിഡ്ത്ത് ആക്കുക, ബോക്സ് മാറ്റിയിട്ട് ഫുൾ വിഡ്ത്ത് ആക്കുക. വൺസ് ഇത് ഫുൾ വിഡ്ത്ത് ആയതിനു ശേഷം നമുക്ക് ഇവിടെ ഈ ഒരു പ്ലസ്സിൽ പോയിട്ട് ഇവിടെ ആഡ് എലമെൻറ്റ്സ് ഉണ്ടാവും. അവിടെ പോയിട്ട് ആഡ് എലമെൻറ്റ്സിൽ നമുക്കിവിടെ ഷോർട്ട് കോഡ് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ടാവും. ഓക്കെ, ഇവിടെ ഷോർട്ട് കോഡ് ഇതാണല്ലേ, ഷോർട്ട് കോഡ് എന്നുള്ള ഡ്രാഗ് ചെയ്ത് ഇവിടെ ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ എൻ്റർ യുവർ ഷോർട്ട് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ പോയിട്ട് നമ്മൾ ഷോർട്ട് കോഡ് പേസ്റ്റ് ചെയ്യാം. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെ മെനു വന്ന കണ്ടില്ലേ. ഇനി നമുക്ക് ഇവിടെ നേരെ നമ്മുടെ ഇവിടെ പോയിട്ട് ഈ ഒരു പാഡിങ് ആദ്യം നമുക്ക് 0 ആക്കാം. ആൻഡ് നമുക്കിവിടെ ഈ ഒരു മാർജിൻ നമുക്കിവിടെ ലെറ്റ്സ് സേ ഓക്കെ 37. എന്നിട്ട് ഇവിടെ ഈ ഒരു ഇതിൻ്റെ മാർജിൻ നമുക്ക് പാഡിങ് നമുക്കൊന്ന് കുറച്ച്, ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ അതേപോലെ ഇല്ലേ, നന്നായിട്ടില്ലേ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതേപോലെ നമുക്ക് ഫുട്ടറും ചെയ്യാം. ഇവിടെ ഹെഡർ ആൻഡ് ഫുട്ടറിൽ പോകുക, ഇവിടെ ഫുട്ടറിൻ്റെ ഈ ഒരു ഷോർട്ട് കോഡ് അത് നമുക്ക് കോപ്പി ചെയ്യാം. ആൻഡ് നമുക്കിവിടെ ഒരു പ്ലസ് ആൻഡ് ഇവിടെ ഫ്ലെക്സ് ബോക്സ് ഇവിടെ നേരെ പോയിട്ട് ബോക്സിൽ നിന്ന് മാറ്റിയിട്ട് ഫുൾ വിഡ്ത്ത് ആക്കാം. ആൻഡ് ഇവിടെ നമുക്ക് ഷോർട്ട് കോഡ് നേരെ ഇവിടെ കോപ്പി ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ എൻ്റർ യുവർ ഷോർട്ട് കോഡ് എന്നുള്ള ഇവിടെ ഇത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് ഇവിടെ നേരെ പോയിട്ട് ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് കണ്ടോ ഇവിടെ, നമ്മളിവിടെ മുട്ടുന്നില്ല ഈ സൈഡ്. അപ്പോൾ നമുക്ക് ഈ ഫുട്ട് ഇടാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് അഡ്വാൻസിൽ പോവാം. ഇവിടെ പാഡിങ് നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, പാഡിങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എല്ലാം സെറ്റായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു വളരെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള വെബ്സൈറ്റ്. ഓക്കെ, നമ്മളിവിടെ യാതൊരു അഡീഷണൽ ആയിട്ടുള്ള ഫങ്ഷണാലിറ്റി കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ബേസിക് വെബ്സൈറ്റാണിത്. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ വാട്സാപ്പ് ബട്ടൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ക്ലിക്ക് ടു ചാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നമ്മളുടെ നമ്പർ കൊടുക്കാം. ഓക്കെ, നമ്മുടെ വാട്സപ്പ് നമ്പർ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ സ്റ്റൈൽ ചൂസ് ചെയ്യാം. നമ്മുടെ വാട്സപ്പ് ഐക്കൺ ഇവിടെ നമുക്ക് സൈഡിൽ കാണാൻ പറ്റും. നമുക്ക് അവിടെ ഇതവിടെ ഞാൻ സ്റ്റൈൽ 3 എക്സ്റ്റെൻഡഡ് ആണ് കൊടുക്കാറ്, എനിക്കതാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ പിന്നെ നമുക്കിവിടെ നേരെ ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ബോട്ടം എവിടെ വേണം, ഏത് സൈഡിൽ വേണം, റൈറ്റിൽ വേണോ, ലെഫ്റ്റ് വേണോ, ടോപ്പിൽ വേണോ, ബോട്ടം എവിടെ വേണം എന്നൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് എവിടെയൊക്കെ കാണിക്കണം എന്ന് കൊടുക്കാം. എല്ലാം നമ്മൾ നോക്കി ഓക്കെ ആക്കിയെങ്കിൽ നമുക്ക് നേരെ ഇവിടെ സേവ് ചേഞ്ചസ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ വന്നിട്ടൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഞാനിത് സേവ് ചെയ്യാൻ മറന്നുപോയി. അപ്പം നമുക്കിവിടെ പബ്ലിഷ് കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ ഒന്നും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വാട്സപ്പ് ബട്ടണും കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ ഇങ്ങനെയാണ് വെബ്സൈറ്റ് ഉണ്ടാക്കുക. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല അടിപൊളി വെബ്സൈറ്റ്സ് ഇനി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇപ്പോൾ തന്നെ പേട്രിയോണിൽ പോയിട്ട് ചെക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് അതിലുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് വല്ല വർക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ ഹയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.